أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. سريت من حرم ليلا إلى حرم كما سار البدر في دعج من الظلم، وبالتالي ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സയ്യിദുമാർ, ഉസ്താദുമാർ, സഹോദരീ സഹോദരന്മാർ, മുതഅല്ലിമീങ്ങൾ, സുഹൃത്തുക്കൾ, ലയാലി നസീഹ സപ്തദിന പ്രഭാഷണം ഇന്ന് മർക്കസിലും നാളെ സിറാജുൽ ഹുദയിലും, സിറാജുൽ ഹുദ നാദാപുരത്താണെന്ന് മാത്രം, ആരംഭിക്കുകയാണ്. ഏതായിരുന്നാലും അത് വളരെ അദബുള്ള ഒരു പരിപാടിയായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മർക്കസ് എല്ലാ നല്ല ജനങ്ങളുടെയും മർക്കസാണ്. നന്മ ഉദ്ദേശിക്കുന്നവരുടെ മർക്കസാണ്.
നന്മയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരുടെയും പ്രവർത്തിക്കുന്നവരുടെയും ആഗ്രഹിക്കുന്നവരുടെയും നന്മ കൊയ്യാൻ വേണ്ടി അധ്വാനിക്കുന്ന വിദ്യാർത്ഥികളുടെയും എല്ലാം മർക്കസാണ്. ഈ മർക്കസിൽ ഇന്ന് സപ്തദിന പ്രഭാഷണം ആരംഭം കുറിക്കുക മാത്രമാണ്. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ഇവിടെ നല്ല വഅദ് ആരംഭിക്കും. ഇതുവരെ നിങ്ങൾ നല്ല വഅദ് കേട്ടിട്ടും ഉണ്ട്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇത് റജബ് മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് 12 മാസമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ 12 മാസത്തിൽ മിൻഹാ അർബഅത്തുൻ ഹുറും 4 മാസങ്ങൾ പ്രത്യേക പവിത്രതയുള്ള മാസങ്ങളാണ്. പഴയ കാലങ്ങളിൽ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടിരുന്ന മാസങ്ങൾ. ആ പവിത്ര മാസങ്ങളിൽ ഒന്നാണ് മുഹറം. കൊല്ലത്തിന്റെ തുടക്കം ഒരു പവിത്ര മാസം കൊണ്ടായിരിക്കട്ടെ എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അത് അള്ളാഹുവിന്റെ അടിമകളായ മനുഷ്യരോടുള്ള അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. തുടക്കം ഒരു നല്ല പവിത്രതയുള്ള മാസം കൊണ്ട് തുടങ്ങി. അതാണ് മുഹറം. അവസാനമാണ് തുടക്കത്തേക്കാൾ കൂടുതൽ ഗുണകരമാകേണ്ടത്. അതുകൊണ്ട് അവസാനം ദുൽഖഅദ്, ദുൽഹജ്ജ് 2 മാസം പവിത്ര മാസങ്ങളാണ്. എന്നാൽ പിന്നെ മധ്യവും മഹത്വമുള്ളതും പവിത്രതയുള്ളതും ആകണമല്ലോ. അതിനാൽ മധ്യത്തിൽ ഒരു റജബ് മാസവും. അങ്ങനെയാണ് 4 മാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാസമായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. മിൻഹാ അർബഅത്തുൻ ഹുറും. ഇത് പറയുമ്പോൾ ഏത് കാര്യം പറയുമ്പോഴും സംശയങ്ങളുള്ള ചിലരും അങ്ങനെയാണ്. ഇസ്റാ മിറാജ് നടന്നപ്പോഴും സംശയമുള്ളവരുണ്ടായി. ഈമാനുള്ളവർക്ക് സംശയമൊന്നുമില്ല. അതേത് വിഷയത്തിലും ഉണ്ടാവും. 4 മാസം പവിത്രമാസമാണെന്ന് പറയുമ്പോ അല്പജ്ഞരായ ചില ആളുകൾക്ക് ഒരു സംശയം, അതിൽ റബീഉൽ അവ്വൽ ഇല്ലല്ലോ, അതൊരു പവിത്രമാസമായി ഖുർആൻ പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഈ 4-ൽ പെട്ടില്ലല്ലോ എന്നൊരു സംശയം. അതിന് യാതൊരു അർത്ഥവും ഇല്ല. കാരണം പരിശുദ്ധ റമദാനും ഈ 4-ൽ പെട്ടിട്ടില്ല. റമദാൻ പവിത്രമാസമാണ്, മഹത്വമുള്ള മാസമാണ് എന്നതിൽ അങ്ങനെ സംശയിക്കുന്നവർക്കും സംശയം ഇല്ലല്ലോ. അത് സയ്യിദു ശുഹൂറാണ്, സർവമാസങ്ങളുടെയും നേതാവാണ്. പരിശുദ്ധ റമദാനിന്റെ ബഹുമാനം എന്തുകൊണ്ടാണ്? ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആനിന്റെ അവതരണ, ഖുർആൻ ഇറങ്ങിയ മാസം, അതിന്റെ വാർഷികമാണ് റമദാൻ. അതുകൊണ്ട് ഖുർആനിന്റെ വാർഷിക മാസത്തിന് ബഹുമാനം നൽകപ്പെട്ടു. എന്നാൽ ആ ഖുർആൻ ലോകത്തിന് മനസ്സിലാകണമെങ്കിൽ ഫഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവരണത്തോടുകൂടി അല്ലാതെ ഖുർആൻ ഗ്രാഹ്യമല്ല. അതുകൊണ്ട് തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസത്തിനും അതിന്റെ വാർഷിക മാസങ്ങൾക്കും പവിത്രതയുണ്ടെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വേറെയും പല തെളിവുകളും ഉദ്ധരിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു. അതിനാൽ റബീഉൽ അവ്വലിന്റെ ബഹുമാനം മറ്റൊരു വിധത്തിലാണ്, റമദാനിന്റെ ബഹുമാനം വേറെ ഒരു വിധത്തിലാണ്. ഇനി നമ്മുടെ മുന്നിൽ വേറെ ഒരു മാസമുണ്ട്, അതാണ് ശഅബാൻ. ശഅബാനിനും വലിയ പുണ്യമുണ്ട്, പക്ഷേ അത് മറ്റൊരു വിധത്തിലാണ്. ശഅബാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കാൻ
പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട ഒരു മാസം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ച് സ്നേഹിച്ച് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ചെയ്യുന്ന ഒരു കർമ്മമാണ് അവിടുത്തെ പേരിൽ സ്വലാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനും അവന്റെ മലക്കുകളും നിർവഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് നിർദ്ദേശിച്ചിട്ടുള്ള പുണ്യകർമ്മമാണ് സ്വലാത്ത്. ആ സ്വലാത്ത് ചൊല്ലാനുള്ള നിർദ്ദേശം ലഭ്യമായത് ശഅബാനിലാണ്. ഇതേപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മനാടായ മക്കയിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെടുന്നതിന് അല്ലെങ്കിൽ വരുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന നിർമ്മിച്ച അതിമഹത്തായ ഭവനമാണ് കഅബ. ആ കഅബ ശരീഫിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ അല്ലാഹുവിന്റെ ഉത്തരവുണ്ടാകണം എന്ന് ആഗ്രഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ ആഗ്രഹം പ്രകടിപ്പിച്ച് മേൽഭാഗത്ത് നിന്ന് ഓർഡറുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രതീക്ഷിക്കുന്ന സമയം ആ കഅബയിലേക്ക് തന്നെ തിരിഞ്ഞു നിസ്കരിക്കാനുള്ള ഓർഡർ ലഭിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഓർഡർ, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തിക്കനുസരിച്ചുള്ള ഓർഡർ ലഭ്യമായ മാസമാണ് ശഅബാൻ. അതുകൊണ്ട് ശഅബാനിന് വേറെ പുണ്യമുണ്ട്. അങ്ങനെ ഓരോ സമയത്തിനും വെവ്വേറെ പുണ്യങ്ങളുണ്ടാകും. തിങ്കളാഴ്ച ദിവസത്തിന് ഒരു പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന പുണ്യമാണ്. അതേ സമയത്ത് വെള്ളിയാഴ്ച ദിവസത്തിന്റെ ബഹുമാനങ്ങളിൽ ഒന്ന് ആദം നബിയുടെ ജന്മദിനം, ഫീഹി ഖുലിഖ ആദം, ആദം നബി അലൈഹിസ്സലാമിന്റെ ജന്മദിനം എന്നതാണ്. അങ്ങനെ ഓരോന്നിനും ഓരോ ബഹുമാനങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞായറാഴ്ച ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ പടച്ചു തുടങ്ങിയ ദിവസമാണ്. അങ്ങനെ ഓരോ ദിവസത്തിലും ചില പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും. മാസത്തിലും അങ്ങനെ തന്നെയാണ്. സമയത്തിനും പ്രത്യേകതകളുണ്ട്. അതിനും പല കാരണങ്ങളും നിമിത്തങ്ങളും ഉണ്ടാകാം. ഇപ്പോൾ ഞാനതിലേക്കത് സംസാരിക്കുന്നില്ല. ഫീഹി മിൻഹാ അർബഅത്തുൻ ഹുറും, 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്ര മാസങ്ങൾ. അതിലൊന്നാണ് ഇപ്പോൾ നാം നിലകൊള്ളുന്ന റജബ് മാസം. അല്ലാഹു തആല ഈ റജബിൽ ഇറങ്ങുന്ന എല്ലാ ബറക്കത്തുകളും സാധുക്കളായ നമുക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാന വബല്ലിഗ്നാ റമളാൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഈ മാസത്തിൽ പ്രത്യേക ബർക്കത്തുണ്ടെന്നും ആ ബർക്കത്ത് ലഭ്യമാകാനും ശഅബാനിലെ ബർക്കത്ത് ലഭ്യമാകാനും റമളാനിൽ ഉണ്ടാകാനും റമളാനിൽ സൽക്കർമ്മങ്ങൾക്ക് ഭാഗ്യം ലഭിക്കാനുമൊക്കെ പ്രാർത്ഥിച്ചതായി നമുക്കറിയാം. അപ്പൊ റജബ് മാസം അതൊരു വലിയ പുണ്യമാസമാണ്. ഈ പുണ്യമാസത്തിൽ മുസ്ലിംകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഒരുപാട് കാര്യങ്ങൾ അനുസ്മരിക്കുന്നുണ്ട്. അതിൽ ഇന്ത്യക്കാരായ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അജ്മീരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങളുടെ വഫാത്ത് നടന്ന മാസമാണ് റജബ്. ഇന്ത്യയുടെ സുൽത്താൻ, രാജാവ് എന്നറിയപ്പെടുന്ന ആ മഹാൻ ഈ ലോകത്തോട് വിട പറഞ്ഞ മാസമാണ്. ശാഫിഈ മദ്ഹബുകാരായ നമുക്ക് പ്രത്യേകിച്ചും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്തായ മാസവുമാണ് റജബ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ റജബിനെ സംബന്ധിച്ച് നമുക്ക് അയവിറക്കാനുണ്ട്, നമുക്ക് പറയാനുണ്ട്. എന്നാൽ ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും, എന്തിനധികം പറയണം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾക്ക് ശേഷമാണല്ലോ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹും ഖാജാ ജിസ്തി തങ്ങളുമൊക്കെ വരുന്നത്. എന്നാൽ സഹാബികൾ അടക്കം പോരാ, അതിനപ്പുറം നേരത്തെ കഴിഞ്ഞുപോയ അമ്പിയാക്കൾക്കടക്കം വലിയ സന്തോഷവും സമ്മാനവും ലഭിച്ചിട്ടുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വജനങ്ങൾക്കും വലിയ സമ്മാനം ലഭിച്ചിട്ടുള്ള അതിമഹത്തായ മാസമാണ് ഈ റജബ് മാസം. എല്ലാ ആളുകൾക്കും ലഭിക്കുന്ന സർവ്വനന്മകൾ,
ആ നന്മകൾക്കെല്ലാം നിമിത്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു നേതാവുണ്ട്. അതാണല്ലോ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലം തുംസി ബിനാ നിഅമത്തുൻ ളഹറത് ഔ ബതനത് നിൽനാ ബിഹാ ഹളൻ ഫീ ദീനിൻ ഔ ദുനിയാ ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വമുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി സബബുഹാ. ദീനിലോ ദുനിയാവിലോ ആഖിറത്തിലോ മനുഷ്യനോ മലക്കിനോ ജിന്നിനോ മറ്റു സൃഷ്ടികൾക്കോ ആർക്ക് എന്ത് ഗുണങ്ങൾ എവിടെ ലഭ്യമാകുന്നുണ്ടോ, ഏത് വിഷമങ്ങൾ ദൂരീകരിക്കപ്പെടുന്നുണ്ടോ, അതിനെല്ലാം ഇല്ലാ വമുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി സബബുഹാ റഹ്മത്തുൽ ലിൽ ആലമീൻ. സർവസൃഷ്ടികൾക്കും അനുഗ്രഹമായി മാത്രം അല്ലാഹു നിയോഗിച്ചയച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശംസിക്കാൻ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഡയറക്റ്റ് നേരിൽ കാണാൻ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ അണിനിരന്ന് നിസ്കരിക്കാൻ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സർവ അനുഗ്രഹങ്ങളും ലഭ്യമാകാൻ കഴിഞ്ഞുപോയ അമ്പിയാക്കൾക്ക് കൂടി അവസരം ലഭിച്ചിട്ടുള്ള അതിമഹത്തായ മാസമാണ് റജബ്. ആ റജബിൽ തന്നെയാണ് ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന സർവ്വജനങ്ങൾക്കും അവരുടെ തെറ്റുകുറ്റങ്ങൾ ഓർപ്പിക്കാൻ, അവരുടെ പാപങ്ങൾ കഴുകിക്കളയാൻ, അവർക്ക് ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവായ അല്ലാഹുവുമായി സംഭാഷണം നടത്താൻ, അല്ലാഹുവുമായി അവർക്ക് സംഭാഷണം നടത്താൻ, അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ നിമിത്തമായ ഇസ്രാ മിഅ്റാജ് എന്ന വലിയ ബൃഹത്തായ അനുഗ്രഹീതമായ ഏറ്റവും അനുഗ്രഹീതമായ മഹത്തായ യാത്ര അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്. യാത്ര എന്ന് പറയുന്നത് മൊത്തത്തിൽ തന്നെ ഒരു അനുഗ്രഹീത കാര്യമാണ്. യാത്ര നടത്തുന്നവനും യാത്ര നടത്താത്തവനും തമ്മിൽ വലിയ അന്തരമാണ്. കെട്ടിനിൽക്കുന്ന വെള്ളവും ഒലിക്കുന്ന വെള്ളവും തമ്മിലുള്ള വ്യത്യാസമാണ് യാത്ര ചെയ്യുന്നവരും യാത്ര ചെയ്യാത്തവരും തമ്മിലുള്ള അന്തരം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. കെട്ടിനിൽക്കുന്ന വെള്ളം അതിനെവിടെയും പോകാൻ കഴിയുന്നില്ല, അതവിടെ തന്നെ നിൽക്കുകയാണ്. അവിടെയുള്ള ഗുണവും ദോഷവും മാത്രം അനുഭവിച്ച് അതിങ്ങനെ അവിടെ തന്നെ കൂടുകയാണ്. അങ്ങനെ വരുമ്പോ മൂപ്പരുടെ കളറൊക്കെ ഒന്ന് മാറി, ചിലപ്പോ നല്ല തെളിഞ്ഞ വെള്ളം, ആ തെളിഞ്ഞ വെള്ളത്തിന്റെ കളറൊക്കെ ഒന്ന് മാറി, കളറിന്റെ പേര് പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല, അങ്ങനെ പല കളറുമായും അതുപോലെ തന്നെ അതിങ്ങനെ മോശമായും ഒക്കെ ചിലപ്പോൾ കാണാൻ സാധിക്കും കെട്ടിനിൽക്കുന്ന വെള്ളം. അങ്ങനെയാണ്. അതേ സമയത്ത് ഒലിക്കുന്ന വെള്ളം വളരെ കുറച്ചാണെങ്കിലും അതിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും തട്ടി തട്ടി പോകുമ്പോ അതാ അത് ഫിൽറ്റ് ചെയ്ത് നല്ല ക്ലിയർ വെള്ളമായി അങ്ങനെ അത് പോവുകയാണ്. ഇതുപോലെയാണ് യാത്ര പോകുന്നവനും യാത്ര പോകാത്തവനും തമ്മിലുള്ള അന്തരം എന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ മുസ്ലിമീങ്ങൾക്ക് യാത്ര ചിലർക്ക് നിർബന്ധമാണ്, ചില പുണ്യമില്ലാത്ത ആരുമില്ല, യാത്ര ചെയ്യൽ പുണ്യമില്ലാത്ത ഒരാളുമില്ല. മക്കയിൽ ജീവിക്കുന്നവർ അവർ മദീനയിലേക്ക് സിയാറത്തിന് വേണ്ടി യാത്ര ചെയ്യണം, മദീനയിലുള്ളവർ ഹജ്ജ് ഉംറയ്ക്ക് വേണ്ടി മക്കയിലേക്ക് യാത്ര ചെയ്യണം, ബാക്കിയുള്ള എല്ലാവരും മക്കയിലേക്കും മദീനയിലേക്കും യാത്ര ചെയ്യണം. ആകയാൽ യാത്ര ചെയ്യേണ്ടാത്ത ഒരൊറ്റ മുസ്ലിമും ഇല്ല. കഴിയുമെങ്കിൽ യാത്ര വളരെ നല്ലൊരു പരിപാടിയാണ്. പിന്നെ ആ യാത്രയുടെ ഏറ്റവും വലിയ ഗുണകരമായ യാത്ര, ഏറ്റവും വലിയ
അനുഗ്രഹം ലഭിക്കുന്ന യാത്രയാണ്. ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? നമുക്കെല്ലാവർക്കും അറിയാം. യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫി വഇദ്റാകിൻ വദർബിൻ മിൻ മിസാലി ഫയൻസൗന അന്നഈമ ഇദാ റഅൗഹു ഫയാ ഖുസ്റാന അഹ്ലിൽ ഇത്തിസാലി. പുത്തൻവാദികളായ മുഅ്തസിലത്തിന് നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ സന്തോഷമുണ്ട്. അവരത് നിഷേധിച്ചതുകൊണ്ട് അവർക്കതിന് അർഹതയില്ലാതെ പോവുകയാണ്. ആ വലിയ സന്തോഷം എന്താണ് സുഹൃത്തുക്കളെ? ആ സന്തോഷത്തിന് വേണ്ടിയാണ് ലോകത്തുള്ള മഹാന്മാരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ അവർ കഠിനാധ്വാനം ചെയ്ത് പല ദിവസങ്ങളും നോമ്പനുഷ്ഠിച്ചത്. അതിനുവേണ്ടിയാണ് അവരുറക്കമൊഴിച്ചൊരുപാട് തഹജ്ജുദ് നിസ്കരിച്ചത്. അതിനുവേണ്ടിയാണ് അവർ ഭൗതിക ലോകത്തെ വലിച്ചെറിഞ്ഞത്. അതേ, വമാ മഖ്സൂദുഹും ജന്നാതു അദ്നി വലൽ ഹൂറുൽ ഹിസാനു വലൽ ഖിയാമ സിവാ നദിരിൽ ജലീലി വദാമുനാഹും. ലോകസ്ഥാവായ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിച്ചു തന്നവനായ രാജാവായ അല്ലാഹുവിനെ കാണുക. അതാണല്ലോ ഏറ്റവും വലിയ അനുഗ്രഹം, അല്ലാഹുവിനെ കാണുക. അതിനുവേണ്ടിയാണ് മഹാന്മാർ അധ്വാനിച്ചത്. അല്ലാഹുവിനെ കാണാൻ, അല്ലാഹുവിനെ കാണുക. അതൊരു ചെറിയ വിഷയമല്ല. വജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. നല്ല പ്രശോഭിതമായ മുഖങ്ങൾ, പ്രശോഭിതമായ മുഖങ്ങൾ. ആ മുഖങ്ങൾ, ആ മുഖത്തിന്റെ ഉടമകളായ ജനങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ വക്താക്കളായ ജനങ്ങൾ, ആ ജനങ്ങൾക്ക് അതാ അവരുടെ റബ്ബിലേക്ക് നോക്കാൻ അവസരം. ഇലാ റബ്ബിഹാ നാദിറ. അല്ലാഹുവിനെ സ്വപ്നത്തിൽ കടന്ന മഹാന്മാർ കാണുമെന്നതിന് ഈ ആയത്താണല്ലോ മഹാപണ്ഡിതന്മാർ പലരും തെളിവുദ്ധരിച്ചിട്ടുള്ളത്. ആ ആയത്തിൽ പഠിപ്പിച്ച അല്ലാഹുവിനെ കാണുക എന്ന് പറയുന്ന അനുഗ്രഹം ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിലും മറ്റും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദർ. 14-ാം രാവിന്റെ ചന്ദ്രനെ കാണാൻ ആരും ഉന്തും തിരക്കും കൂട്ടേണ്ടതില്ല. ആരും ദൂരെ നിന്ന് ചൂണ്ടി അതാ 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 എന്നിങ്ങനെ ഒന്നാമത്തെ ദിവസത്തിൽ മാസം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ കാണിക്കേണ്ടതും ഇല്ല. ആർക്കും വളരെ സുഖകരമായി 14-ാം രാവിന്റെ ചന്ദ്രനെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. അതിനേക്കാൾ സുഖകരമായി സ്വർഗവാസികളായ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പുത്തൻവാദികൾ എന്ന് പറയുന്നത് പുതിയ ആശയക്കാർക്കാണല്ലോ. പുതിയ ആശയം എന്ന് പറയുന്നത് ഖുർആനും ഹദീസും പഠിപ്പിക്കാത്ത പുതിയ ആശയങ്ങളാണ്, അല്ലാതെ 2017 ആശയം എന്നല്ല. പുതിയത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും പഠിപ്പിക്കാത്ത, ഖുർആനും ഹദീസും പഠിപ്പിക്കാത്ത ആശയം അവർക്കാണല്ലോ പുത്തനാശയക്കാരെന്ന് പറയും. അങ്ങനെയുള്ള ഒരു പുത്തനാശയക്കാരായിരുന്നു മുഅ്തസില. അവർ അല്ലാഹുവിനെ കാണുകയില്ലെന്ന് വാദിച്ചു. അവർക്ക് അങ്ങനെയാണ്. പുത്തനാശയക്കാരായാൽ പിന്നെ അവർക്ക് ഖുർആനെതിരെ പറയുന്നതിനോ ഹദീസിനെതിരെ പറയുന്നതിനോ അല്ലെങ്കിൽ സഹാബികൾക്കെതിരെ പറയുന്നതിനോ അവർക്ക് അശേഷം മടിയുണ്ടാവുകയില്ല. കാരണം അവർ പുത്തനാശയക്കാരാണ്. പുത്തനാശയമാകണമെങ്കിൽ തന്നെ അങ്ങനെ ആകണമല്ലോ. അതുകൊണ്ടാണ് അവർക്ക് മുബ്തദിഅത്ത്, പുത്തനാശയക്കാർ എന്ന് പേര് പറയുന്നത്. ആ പുത്തനാശയക്കാരായ മുഅ്തസില അവർ അല്ലാഹുവിനെ കാണുക എന്ന അനുഗ്രഹത്തെ നിഷേധിച്ചവരാണ്. അതുകൊണ്ടാണ് ബദുൽ മാലിൽ യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫി വഇദ്റാകിൻ വദർബിൻ മിൻ മിസാലി ഫയൻസൗന അന്നഈമ ഇദാ റഔഹു ഫയാ ഖുസ്റാന അഹ്ലിൽ ഇഅ്തിസാലി. മുഅ്തസിലുകളുടെ നഷ്ടമേ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ആ അല്ലാഹുവിനെ കാണുക എന്ന ഏറ്റവും വലിയ അനുഗ്രഹം അത് ഈ ഭൂമിയിൽ ആർക്കും അല്ലാഹു തആല വകവെച്ചു കൊടുത്തിട്ടില്ല, അനുവദിച്ചിട്ടില്ല. കലീമുല്ലാഹി മൂസ
അലൈഹിസ്സലാത്തു വസ്സലാം വരെ അതിനാഗ്രഹിച്ചിരുന്നു. പക്ഷേ ലൻ തറാനി, നിങ്ങൾക്കെന്നെ കാണാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ ആഗ്രഹിക്കുന്ന ഈ സമയത്ത് കാണാൻ കഴിയില്ലെന്നേ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളൂ. എന്നെ തീരെ കാണൂല എന്ന് പറഞ്ഞിട്ടില്ല. ലൻ തറാനി, നിങ്ങൾ എന്നെ കാണൂല. അതെ, ഇപ്പൊ കാണാൻ നിങ്ങൾ ഉദ്ദേശിച്ചാൽ നിങ്ങളിപ്പോ എന്നെ കാണൂല. അതാണ് ലൻ തറാനി, നിങ്ങൾ എന്നെ കാണൂല. അത് കാണാൻ ഈ ഭൂമിലോകത്തെ ജീവിതത്തിൽ അവസരം ലഭിച്ച ഒരേ ഒരു വ്യക്തി വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫാമിൽ അനിശിഖാഖി, അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ അനുഗ്രഹം ലഭ്യമായ മാസമാണ് റജബ്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വലിയ അനുഗ്രഹം ലഭ്യമാക്കി കൊടുക്കാൻ മാത്രം അല്ല, ഏറ്റവും വലിയ അനുഗ്രഹമായ അല്ലാഹുവിനെ കാണുക എന്ന അനുഗ്രഹവും അതിന് പാരത്രിക ലോകത്ത് കാരണമാകുന്ന സ്വർഗം കാണലും സ്വർഗത്തിൽ പ്രവേശിക്കലും അത് മാത്രം പോരാ, മറിച്ച് നരകമെന്ന് പറയുന്ന ഭയാനകമായൊരു സൃഷ്ടിയുണ്ട്. ആ സൃഷ്ടിയെയും പാരത്രിക ലോകത്ത് വെച്ച് നബിതങ്ങൾ കണ്ടാൽ പോരാ. കാരണം റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ഒരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. ആ ഡ്യൂട്ടി വലുതാണ്. ഫസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാർക്കും ഈമാനുള്ള സ്ത്രീകൾക്കും ഓ നബിയെ അവരുടെ പാപം പൊറുക്കാൻ തങ്ങൾ റെക്കമെൻഡ് ചെയ്യണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളൊരു ഡ്യൂട്ടിയാണ്. അവരെ സന്മാർഗത്തിലേക്ക് നയിച്ചാൽ പോരാ, സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ പോരാ. അങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ പുറമെ, അവരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ പുറമെ, ആ കഠിനാധ്വാനം പരിധി വിട്ട കഠിനാധ്വാനമാണ്. അതുകൊണ്ടാണല്ലോ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങനെ സാഹസപ്പെടേണ്ടതില്ല. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുമിനു ബിഹാദൽ ഹദീസി അസഫാ, ഓ നബിയെ അവിടുന്ന് സന്മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചിട്ട് അവരെ സന്മാർഗത്തിലേക്ക് വരാതെ പിന്തിരിഞ്ഞു പോകുമ്പോ അവിടുന്ന് വല്ലാതെ ബുദ്ധിമുട്ടി. ശരീരം കേടുവരുത്തുന്ന വിധത്തിൽ അവിടുന്ന് ത്യാഗം ചെയ്യേണ്ടതില്ല എന്ന് പറയുന്ന ആയത്തിറക്കിയിട്ടുള്ളത്. അപ്പൊ അത്രയും കഠിനാധ്വാനം ചെയ്യുന്നതോടുകൂടി തന്നെ അവിടുത്തോട് ലോകത്തിന് മുഴുവനും സർവ്വ അനുഗ്രഹങ്ങളും ചൊരിച്ചു കൊടുക്കുന്ന കാരുണ്യവാനായ അർഹമുർ റാഹിമീനായ, നാം കാണാൻ ഏറ്റവും ആഗ്രഹിക്കേണ്ടവനായ, നമുക്കെല്ലാം തന്നവനായ, എല്ലാം തന്നുകൊണ്ടിരിക്കുന്നവനായ, ഇനി തരേണ്ടവനായ, ഏറ്റവും സ്നേഹിക്കപ്പെടേണ്ടവനായ വല്ലദീന ആമനൂ അസദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഈമാനുള്ളവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, സ്നേഹിക്കപ്പെടേണ്ടുന്ന, ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവായ, ലോകത്തിന്റെ മുഴുവനും അധിപനായ, സർവ്വരഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്നവനായ, ഓ സുഹൃത്തുക്കളെ, കുടിക്കാനുള്ള വെള്ളം അവന്റെ വകയാണ്, കഴിക്കാനുള്ള ഭക്ഷണം അവന്റെ വകയാണ്, അതേ ശ്വസിക്കാനുള്ള ഓക്സിജൻ അവന്റെ വകയാണ്. എന്റെയും നിങ്ങളുടെയും കണ്ണും കാലും കാതും മൂക്കും നാക്കും അതാ സർവ്വ അവയവങ്ങളും, ഹാർട്ടും കിഡ്നിയും കരളും ശ്വാസകോശവും, അതേ എല്ലാം അവന്റെ വകയിലാണ്. അവൻ തന്നതല്ലാതെ ഒന്നുമില്ല, അവനല്ലാതെ തരുന്നവനില്ല, അവനല്ലാതെ തടയുന്നവനില്ല. അങ്ങനെയുള്ളൊരു രാജാവില്ലേ? യാ ഇബാദീ, എന്റെ അടിമകളെ എന്ന് സ്നേഹപൂർവം വിളിച്ച രാജാവ്. ഇന്ന അർളീ വാസിഅ, എന്റെ ഭൂമി വളരെ വിശാലമാണ്, നിശ്ചയം വളരെ വിശാലമാണ് എന്റെ ഭൂമി. നിങ്ങൾക്ക് ജീവിക്കാൻ, അതേ ജീവിതത്തിനു വേണ്ടി എന്തും പ്രവർത്തിക്കാൻ, നിങ്ങൾക്ക് സമ്മേളനം ചേരാൻ, നിങ്ങൾക്ക് വെവ്വേറെ കിടക്കാൻ, നിങ്ങൾക്ക് സൈക്കിൾ ഓടിക്കാൻ, നിങ്ങൾക്ക് ട്രെയിൻ ഓടിക്കാൻ, വണ്ടി ഓടിക്കാൻ, പ്ലെയിന് പറപ്പിക്കാൻ, കപ്പലോടിക്കാൻ, നിങ്ങൾക്ക് നെൽകൃഷി ചെയ്യാൻ,
പയറും രായിയും മുതിരയും കടലയും കൃഷി ചെയ്യാൻ, നിങ്ങൾക്ക് തെങ്ങും അതേ മാങ്ങയും ചക്കയും കൃഷി ചെയ്യാൻ, നിങ്ങൾക്ക് ഈട്ടിയും തേക്കും കൃഷി ചെയ്യാൻ, നിങ്ങൾക്ക് ഏത് വിധത്തിലുള്ള സസ്യങ്ങൾ വേണോ, മരങ്ങൾ വേണോ, നിങ്ങൾക്ക് ഏത് വിധത്തിലുള്ള മൃഗങ്ങൾ വേണോ, നിങ്ങൾക്ക് ഏത് ഇഴജന്തുക്കൾ വേണോ, ഏത് ജന്തുക്കൾ വേണോ, ഏത് ഇരകൾ വേണോ, ഏത് വേരുകൾ വേണോ, നിങ്ങൾക്കിവിടെ എന്ത് വേണം, എല്ലാം സംവിധാനിക്കാനുള്ള വിശാലതയുള്ള ഭൂമി അല്ലേ? നിങ്ങൾക്ക് സ്വകാര്യ ജീവിതത്തിനും സൗകര്യമുണ്ട്, സാമൂഹ്യ ജീവിതത്തിനും സൗകര്യമുണ്ട്. ഒന്നിച്ചിരിക്കാനും ഒന്നിച്ച് കുളിക്കാനും അതാ ഒന്നിച്ച് കുടിക്കാനും സൗകര്യമുണ്ട്. അതേ സമയത്ത് തന്നെ വെവ്വേറെ ചെയ്യാനും സൗകര്യമുണ്ട്. എല്ലാ വിധത്തിലും സൗകര്യമുള്ള ഭൂമി. കുഴിച്ചാൽ നിങ്ങൾക്ക് വെള്ളം കിട്ടുന്നു. കുറച്ചകലെ നിങ്ങളെ വിസർജ്യ വസ്തുക്കൾ സൂക്ഷിക്കാൻ ടാങ്കി ഒഴിക്കാനും കഴിയുന്നു. അതിനിടയിൽ നിശ്ചിത ഡിഫറൻസ് ഉണ്ടെങ്കിൽ, നിശ്ചിത അളവ് വ്യത്യാസമുണ്ടെങ്കിൽ ഇത് കേടുവരാതെ സൂക്ഷിക്കപ്പെടാനുള്ള സംവിധാനം ചെയ്തിരിക്കുന്നു. ആ ഭൂമിയിൽ കരിങ്കല്ല് വേണോ, ചെങ്കല്ല് വേണോ, മാർബിള് വേണോ, ഗ്രാനൈറ്റ് വേണോ, അല്ല നിങ്ങൾക്ക് ചെമ്പ് വേണോ, പിത്തള വേണോ, ഇരുമ്പ് വേണോ, സ്വർണം വേണോ, വെള്ളി വേണോ, എല്ലാറ്റിനും ഈ ഭൂമിയിൽ വിശാലതയുണ്ട്. ഈ എന്റെ ഭൂമി വിശാലമാണ്. അതുകൊണ്ട് പറയാനുള്ളത് എന്താണ്? എന്നെ തന്നെ നിങ്ങൾ അറിയണേ, എന്നെ തന്നെ നിങ്ങൾ ആരാധിക്കണേ. എന്നെ അറിഞ്ഞുകൊണ്ടാണ് ജീവിതം വേണ്ടത്, എന്നെ സ്നേഹിച്ചുകൊണ്ടാണ് ജീവിതം വേണ്ടത്. അങ്ങനെ ജീവിക്കാൻ തുനിയുന്നവർ മുഅ്മിനീങ്ങളാണ്. അതുകൊണ്ട് അവരെ സ്നേഹത്തോടെ വിളിക്കുകയാണ്, യാ ഇബാദീ, എന്റെ അടിമകളെ, അല്ലദീന ആമനൂ, വിശ്വസിച്ചവരായ അടിമകളെ, ഇന്ന അർളീ വാസിഅ, അനുഗ്രഹങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണമല്ലോ. ഒരു ഉസ്താദ് ശിഷ്യന്മാർക്ക് ക്ലാസ് എടുക്കുമ്പോ ആ ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് അനുഗ്രഹങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കുട്ടികളോട് കാരുണ്യമുള്ള ഉസ്താദാകുന്നത്. കാരണം അപ്പോഴേ കുട്ടികൾ വഴിക്ക് വരൂ. അതപ്പോൾ ഉസ്താദ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതല്ലേ ഇപ്പോഴും പറഞ്ഞതെന്ന് ചിന്തിക്കുന്ന കുട്ടി വിവരം കുറഞ്ഞ കുട്ടിയാണ്. കഴിഞ്ഞ ആഴ്ചയിലല്ലേ ഇത്തഖുള്ള പറഞ്ഞത്, കഴിഞ്ഞ ഖുതുബയിലല്ലേ ഉസീകും ബിത്തഖ്വല്ലാ പറഞ്ഞത് തന്നെ പിന്നെയും രണ്ടാമത്തെ ഖുതുബയിൽ എന്തിനാ ആവർത്തിക്കണം? അതുപോലെ കഴിഞ്ഞ ആഴ്ച സബക്കിൽ പറഞ്ഞത് ഈ ആഴ്ച എന്തിനു പറയണം എന്ന് ചിന്തിക്കുന്നവൻ അവനതാ നോക്കാത്തത് കൊണ്ടാണ്. ജ്വല്ലറികളിൽ കടന്നാൽ കാണാമല്ലോ, രാത്രിയിൽ പോകുമ്പോൾ തുടച്ചു വെച്ചില്ലേ ജ്വല്ലറിയിലെ ജോലിക്കാരൻ, പിറ്റേന്ന് രാവിലെ വന്ന് പിന്നെയും തുടച്ചില്ലേ? രാത്രി തുടച്ചതല്ലേ രാവിലെ തുടക്കാതിരിക്കുന്നില്ലല്ലോ, രാവിലെ തുടച്ചതല്ലേ രാത്രി തുടക്കാതിരിക്കുന്നില്ലല്ലോ. അങ്ങനെയല്ലേ തസ്കിയത്ത്, അങ്ങനെയല്ലേ സംസ്കരണം. ശുദ്ധീകരിക്കണമെങ്കിൽ ആവർത്തിച്ച് തുടച്ചുകൊണ്ടേയിരിക്കണം, ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് ആവർത്തിച്ച് റബ്ബിന്റെ നിഅമത്തുകൾ ഇങ്ങനെ പറയും ഖുർആനിൽ. അത് നമ്മുടെ സംസ്കരണത്തിനാണെന്ന് അറിയാമല്ലോ. ഇന്ന അർളീ വാസിഅ, എന്റെ ഭൂമി വളരെ വിശാലമാണ്. ഫഇയ്യായ ഫഅ്ബുദൂൻ, എന്നെ തന്നെ നിങ്ങൾ ആരാധിക്കണം. ആരാധിക്കുക എന്ന് പറഞ്ഞാലോ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീർ പറഞ്ഞില്ലേ, ലയഅരിഫൂൻ, അല്ലാഹുവിനെ അറിയുക, അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് എടുക്കുക, അറിഞ്ഞുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെ അല്ലാഹുവിനെ അറിയാനും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനും വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യന്, അല്ലാഹുവിനെ സ്നേഹിക്കുന്ന മനുഷ്യൻ, അല്ലാഹുവിനെ കാണാൻ, അല്ലാഹുവിന്റെ സ്വർഗത്തിലെത്താൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഡ്യൂട്ടിയാണ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാനുള്ള പുരുഷന്മാർക്കും ഈമാനുള്ള സ്ത്രീകൾക്കും
ഓ നബിയെ, അവരുടെ പാപം പൊറുക്കാൻ തങ്ങൾ റെക്കമെൻഡ് ചെയ്യണം. അങ്ങനെ റെക്കമെൻഡ് ചെയ്യേണ്ടുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഭൂമിയിൽ വെച്ച് ചെയ്യുന്നു. അവിടുന്ന് ഖബറിൽ കിടക്കുമ്പോൾ അവിടെയും ചെയ്യുന്നു. ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും, എന്റെ ജീവിതവും മരണവും ഒക്കെ നിങ്ങൾക്ക് ഖൈറ് തന്നെ. തുറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് ഖബറിൽ കാണിക്കപ്പെടുന്നു. ഇദാ വജദതു ഖൈറൻ ഹമിദുല്ലാഹ, നിങ്ങൾ നല്ല കാര്യം ചെയ്ത് കണ്ടാൽ ഞാൻ അൽഹംദുലില്ലാ അതിന് തൗഫീഖ് തന്ന അല്ലാഹുവിനെ ഖബറിൽ വെച്ച് സ്തുതിക്കും. വഇദാ വജദതു സൂഅൻ ഇസ്തഗ്ഫർതു ലക്കും, നിങ്ങൾ ഖബറിൽ വെച്ച് തെറ്റിയതായി ഖബറിൽ വെച്ച് ഞാൻ അറിഞ്ഞാൽ ഞാൻ അവിടെയും നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും. മുഹമ്മദുർ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ, ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുൽ യഅ്മലൂ, പറയൂ നബിയെ പ്രവർത്തിച്ചോളൂ. ഫസയറല്ലാഹു അമലക്കും, നിങ്ങളുടെ പ്രവർത്തനം അല്ലാഹു കാണുന്നുണ്ട്. വറസൂലുഹു, അവന്റെ റസൂലും കാണുന്നുണ്ട്. വൽ മുഅ്മിനൂൻ, നിങ്ങളെ മരണപ്പെട്ടു പോയ ഉമ്മ ബാപ്പമാരടക്കം ഖബറിൽ നിങ്ങളെ പ്രവർത്തനങ്ങൾ അറിയുന്നുണ്ട്. ഓ ഉമ്മമാരെ, കാരണവന്മാരെ, യുവാക്കളെ, ബാപ്പ അറിയില്ല ഉമ്മ അറിയില്ലെന്ന് വിചാരിച്ച് നമ്മൾ വല്ലതും ചെയ്താൽ ഖബറിൽ കിടക്കുന്ന ഉപ്പാപ്പ അറിയുന്നുണ്ട്, ഉമ്മാമ അറിയുന്നുണ്ട്, ഖബറിൽ കിടക്കുന്ന മുഅ്മിനീങ്ങൾ അറിയുന്നുണ്ട്. അതേ, വൽ മുഅ്മിനൂൻ, ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ അങ്ങനെയല്ലേ വിശദീകരണം നൽകിയത്. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല, സ്വന്തം വകയിലൊന്നും പറയാൻ നമുക്ക് അധികാരമില്ലല്ലോ. ഓ സുഹൃത്തുക്കളെ, അപ്പോൾ പിന്നെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിൽ വെച്ച് വിവരമറിയുമെന്നതിന് പിന്നെ വിവരണം ആവശ്യമില്ലല്ലോ. അങ്ങനെ ഖബറിൽ വെച്ചും റെക്കമെൻഡ് ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ റഹ്മത്തുൽ ലിൽ ആലമീനാണല്ലോ. എല്ലാ മുസ്ലിമിനും അമുസ്ലിമിനും എല്ലാ സൃഷ്ടികൾക്കും അനുഗ്രഹമാണല്ലോ. അതുകൊണ്ട് തന്നെ പാരത്രിക ലോകത്തും ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുങ്ങി നിൽക്കുന്ന സമയത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വെവ്വേറെ തിരിക്കപ്പെടാതെ ഫീയൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 കൊല്ലത്തെ ദൈർഘ്യം തോന്നുന്ന ആ ഒരൊറ്റ നൃത്തം നിൽക്കുന്ന ലോകം, ആ ലോകത്ത് അതാ 1 മൈലോ 1 മീലോ, അതാ ഒരു ചുറുമക്കോലിന്റെ ദൂരമോ 1 മൈലോ മേലെ സൂര്യനുദിക്കുന്ന സമയം വെയിലത്തിങ്ങനെ വീർത്ത് കുളിക്കുമ്പോൾ പലരും, ചിലർക്ക് അല്ലാഹു തആല അവന്റെ കാരുണ്യം കൊണ്ട് തണല് നൽകുന്നുണ്ടെങ്കിലും ആ സ്ഥലത്ത് വെച്ചൊന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് ചിന്തിക്കുമ്പോൾ സർവജനങ്ങളെയും വിചാരണക്കെടുക്കാൻ അവിടെയും ഉള്ളത് ശഫീഉ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സർവസൃഷ്ടികളും അപ്പോൾ ആ നബിയെ പുകഴ്ത്തുകയാണ്. യഹ്മദുഹുൽ അവ്വലൂന വൽ ആഖിറൂൻ. അങ്ങനെയൊന്ന് നടന്നാൽ പോരല്ലോ, പാപികൾക്ക് വേറെ റെക്കമെൻഡ് വേണമല്ലോ. അതിന് അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഒക്കെ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും അതിനെല്ലാം തുടക്കം കുറിച്ചു കൊടുക്കേണ്ട നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ആ റബ്ബിന്റെ കോടതിയിൽ ഒരു ഭാഗത്ത് സ്വർഗം, വേറെ ഒരു ഭാഗത്ത് നരകം, അങ്ങനെ വല്ലാത്ത കാഴ്ചകൾ കാണുന്ന സമയം ഉമ്മത്തിന്റെ വിഷയത്തിൽ, സമൂഹത്തിന്റെ വിഷയത്തിൽ ആ റഹ്മത്തുൽ ലിൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായി തിരിയണം. അങ്ങനെ ശ്രദ്ധ പൂർണ്ണമായി തിരിയണമെങ്കിൽ സ്വർഗവും നരകവുമൊക്കെ നേരത്തെ പരിചയമുള്ളതായി മാറണം. ഒരിക്കൽ കണ്ടത് പിന്നെ കാണുമ്പോൾ ശ്രദ്ധ മാറില്ല. അത് പണ്ട് കണ്ടതല്ലേ,
അല്ലേ? അത് നേരത്തെ അറിഞ്ഞതല്ലേ? അങ്ങനെ വരുമ്പോൾ ശ്രദ്ധ മാറിപ്പോകൂല. ശ്രദ്ധ മുഴുവനും ഉമ്മത്തുകളെ രക്ഷപ്പെടുത്തുന്നതിൽ കേന്ദ്രീകരിക്കണം. അങ്ങനെ ഈ ഉമ്മത്തിന് വലിയ അനുഗ്രഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന ചെയ്യാൻ അല്ലാഹു ഉദ്ദേശിച്ചതിനാൽ അതിന്റെ പുറമെ അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുറെ മുസീബത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ പതിവാണ്. അവൻ സ്നേഹിക്കുന്നവർക്ക് പല മുസീബത്തുകൾ കൊടുക്കും, പ്രശ്നങ്ങൾ കൊടുക്കും. അതല്ലേ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസബ് മിൻഹു. സാധാരണ നമ്മൾ ഒരു ഹദീസുണ്ട് ബുഖാരിയിൽ, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അത് ബുഖാരിയിലുള്ള ഹദീസ് തന്നെയാണ്. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവബോധവും വിവരവും അറിവും നൽകുന്നത് അല്ലാഹു തആല ഖൈർ ഉദ്ദേശിക്കുമ്പോഴാണ്. അതേ സമയത്ത് മറ്റൊരു ഹദീസാണ്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസബ് മിൻഹു. അല്ലാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ അത് കാരണമായി അല്ലാഹു മുസീബത്ത് കൊടുക്കും. ഖൈർ ഉദ്ദേശിച്ചത് കാരണമായി മുസീബത്ത് കൊടുക്കും. അത് വല്ലാത്തൊരു പാഠമാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹിക്കാത്ത രോഗം വരുമ്പോ, വിഷമിക്കുന്ന രോഗം വരുമ്പോ, ചെറുപ്പക്കാരെ അസഹ്യമായ നഷ്ടം വരുമ്പോ, ഓ മുഅ്മിനീങ്ങളെ, വളരെ സ്നേഹിക്കുന്നവർ പെട്ടെന്ന് വിട പറയുമ്പോ, അങ്ങനെ പല അനുഭവങ്ങൾ ഉണ്ടാകുമ്പോ നിരാശരാകാതെ, അവിടെയെല്ലാം യജമാനനായ റബ്ബിനോടുള്ള സ്നേഹത്തിനൊരു കുറവും വരുത്താതെ, യജമാനനായ റബ്ബിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്ന വിധം നമ്മളെ മനസ്സിൽ ആഴ്ന്നിറങ്ങേണ്ട ഹദീസാണത്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ. അല്ലാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ യുസബ് മിൻഹു, അത് കാരണത്താൽ അല്ലാഹു മുസീബത്ത് കൊടുത്തേക്കും. അപ്പൊ ഏത് കഠിനമായ രോഗം വന്നാലും ഇതെനിക്ക് അല്ലാഹു തആല ഖൈർ തരാനായിരിക്കുമെന്ന് ചിന്തിക്കാനുള്ള വിശാലമായ മനസ്സ് വേണം. അല്ലാഹുവിനെ കുറിച്ച് നല്ലതേ വിചാരിക്കാവൂ. കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി മടിയിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടിവെട്ടിയങ്ങ് കൊല്ലപ്പെട്ടു പോയാലും അപ്പോൾ എന്റെ റബ്ബ് എന്റെ മകനെ ഷഹീദാക്കി മരിപ്പിച്ചതായിരിക്കും. അതെന്റെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു മുന്നിലങ്ങ് പറഞ്ഞേച്ചതായിരിക്കും എന്ന് കരുതി നെഞ്ഞത്തടിക്കാതെ, മാറിടം പറിച്ചിടാതെ, മുടി പറിച്ചിടാതെ, നിലവിളിക്കാതെ, ക്ഷമിച്ച് റബ്ബിന്റെ പൊരുത്തം കരുതി നിൽക്കാനുള്ള മനക്കരുത്ത് ഉമ്മമാരെ നേടിയെടുക്കണം. ഭാര്യ പെട്ടെന്ന് വിട പറഞ്ഞു പോയാലും, ഭർത്താവ് പെട്ടെന്നങ്ങ് മരിച്ചു പോയാലും, അല്ലാതെ ഏത് ചിന്തിക്കുമ്പോൾ ചിന്തിക്കാനൊരു മുസ്ലിമിന് നിർവാഹമില്ല. ഒരു സ്ത്രീ ഒരു ദിവസം എന്റെ അടുത്ത് വന്നു. എന്റെ അടുത്ത് വന്നു എന്നാൽ അരിയത്ത് വന്നു എന്നല്ല കേട്ടോ, അങ്ങനെ ആരും ഇനിയിപ്പോ ക്ലിപ്പാക്കണ്ട. നബി സല്ലല്ലാഹു നിങ്ങളുടെ അടുക്കൽ എത്രയോ സ്ത്രീകൾ വരാറുണ്ട്. അതിനർത്ഥം നബി സല്ലല്ലാഹു നിങ്ങളുടെ കൂടെ അത് മടിയിലിരുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ഹദീസിലൊക്കെ അങ്ങനെ കാണാം. അവള് ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. സിറാജുൽ ഹുദയിൽ നേർച്ച കൊടുക്കാൻ വന്നതാണ്. വന്നിട്ട് മക്കളില്ലാത്തത് കൊണ്ട് സങ്കടം പറഞ്ഞു. ഞാനിത് ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തു. കുറെ ദിവസം കഴിഞ്ഞിട്ട് ആ സ്ത്രീ വിളിച്ചു, എനിക്ക് മക്കളായിട്ടില്ലാതെ ഞാൻ ഇനി എന്തിനാ ജീവിക്കുന്നത് എന്നാ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ചെയ്യാ? മരിച്ചു കളിയാ? ആ കബറിലെത്തിയാൽ ഉടനെ ഗർഭിണിയാവുമല്ലോ എന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെ ഉണ്ട് ചെല്ലും. ഒരു കാര്യം വിചാരിച്ചതുപോലെ ആയില്ലെങ്കിലും മരിച്ചു കളിയാന്നൊരു ചിന്ത. അവരെന്തി അതിനപ്പുറം ചിന്തിക്കാത്തത്? മരിച്ചു കഴിഞ്ഞാൽ കബറിലെത്തിയ കാര്യം നേടുവോ? കബറിലെത്തിയ ഉടനെ തന്നെ വിഷയം നേടുവോ? മനുഷ്യരുടെ എങ്ങനെ ബുദ്ധിയില്ലാതെയായി പോകുന്നത്. അതേ സമയത്ത് ഈ ഭൂമി പരീക്ഷണത്തിന്റെ ലോകമാണ്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ.
ആരാണ് നല്ല പ്രവർത്തനം ചെയ്യുന്നതെന്ന് പരീക്ഷിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. രാവിലത്തെ നാസ്ത ശരിയില്ലെങ്കിൽ, ഉച്ചക്കേത്ത കറി റെഡിയായില്ലെങ്കിൽ ഇവിടുന്ന് പോയാലോ എന്ന് ചിന്തിക്കുന്ന ചില കുട്ടികൾ ചില സ്ഥാപനങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അതിന് മാത്രം ഇൽമിൽ ബറക്കത്ത് കിട്ടുമെന്ന ചിന്ത അവരുടെ മനസ്സിൽ നിന്ന് നീങ്ങുകയാണ്. സൂഫിയാക്കൾ, ആരിഫീങ്ങളൊക്കെ അങ്ങനെയല്ലേ? മഹാന്മാരെ വളർത്തിയത് അങ്ങനെയല്ലേ? അതുകൊണ്ടല്ലേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ മുരീദ് ഉണക്കപ്പത്തി തിന്നുമ്പോ ഉസ്താദായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നല്ല കോഴി അടിച്ചു മാറുന്നത് കണ്ടപ്പോ കംപ്ലൈന്റ് പറഞ്ഞ പെണ്ണ്, ആ പെണ്ണിന്റെ മുന്നിൽ നിന്ന് ആ തിന്നുകൊണ്ടിരിക്കുന്ന കോഴിയുടെ മുള്ള് ഒരുമിച്ച് കൂട്ടി ഖൗമീ ബില്ലാഹി മുഹീൻ നിദാം, എഴുന്നേറ്റ് പോയിക്കോ റബ്ബിന്റെ ഓർഡർ പ്രകാരം എന്ന് പറഞ്ഞപ്പോ കോഴിന്റെ മുള്ളോട് കൂകന്നീ ചൊന്നാരെ കുശാതെ കൂക്കി പാറപ്പിച്ച് വിട്ടോവർ. മുതഅല്ലിമായി ജീവിക്കും, കുറച്ചൊക്കെ ക്ലേശം അനുഭവിക്കേണ്ടി വരും, അത് സഹിക്കേണ്ടി വരും. ഈ സ്ഥാനമെത്തിയാൽ നല്ല നാടൻ കോഴി തന്നെ തിന്നാം, അതിന് ഈ സ്ഥാനത്തെത്തണമെന്ന് അതേ 25 ആണ്ടോളം ചുറ്റി നടന്നോവർ, ഇരിയന്നേകൾ കേട്ടാരേയിരുന്നോവർ. ഗൗസുൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഉമ്മാക്ക് ബോധ്യപ്പെടുത്തിയില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പ്രതിഷേധം കാണിക്കുന്നവരുണ്ട്, പ്രതിഷേധം ഉള്ളവരുണ്ട്. അതുപോലെ ആ പ്രതിഷേധം മരണത്തിൽ വരെ പോയി ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. ഒരു മൃഗത്തിന്റെ ബുദ്ധി പോലും ഇല്ലാത്തവരാണവർ. സുബ്ഹാനല്ലാഹ്. എലിയെ പിടിക്കാൻ കഠിനാധ്വാനം ചെയ്ത് ഓടിയിട്ട് നിരാശനായ പൂച്ച അതിന്റെ 4 ഭാഗത്തുമുള്ളവർ നോക്കിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഒരു പൂച്ചയും ആത്മഹത്യക്ക് പോയിട്ടില്ല. വീണ്ടും പരിശ്രമം തുടരുകയാണ്. എലിയെ പിടിച്ചേ നിൽക്കോ, പരിശ്രമം തുടരുകയാണ്. ഇതുപോലെ പരീക്ഷയിലങ്ങ് തോറ്റുപോയാൽ ആത്മഹത്യക്ക് പോവുകയല്ല, ഞാൻ പഠിച്ച് റാങ്ക് വാങ്ങിയേ അടങ്ങൂ, വീണ്ടും വീണ്ടും പഠിക്കുകയാണ്. അതല്ലേ ലോകത്ത് ചിന്തിക്കുന്നവൻ ചെയ്യേണ്ടത്. പക്ഷേ പരീക്ഷയിൽ തൊട്ടാൽ അതേ ആത്മഹത്യ ചെയ്യുന്നവരില്ലേ? ഇനി അഥവാ വല്ല ഗുരുനാഥനും കണ്ണുമിഴിച്ചാൽ ആത്മഹത്യ ചെയ്താൽ എനിക്ക് ഗുരുനാഥന്മാർക്ക് എതിരെ കേസെടുപ്പിക്കാമല്ലോ എന്ന് ചിന്തിക്കുന്ന കുരുത്തങ്കട്ട വിദ്യാർത്ഥികളും ഇല്ലാതെയല്ലോ സുഹൃത്തുക്കളെ. അതിൽ നിന്ന് മാറി മുസീബത്തുകളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ കഴിയണം. ഒരാൾ ചീത്ത പറയുമ്പോഴേക്ക് വെറി പിടിക്കുന്നവരില്ലേ? ചീത്തക്ക് പകരം ചീത്ത പറയുന്നവരില്ലേ? തെറിക്ക് പകരം തെറി പറയുന്നവരില്ലേ? ചൂടായവരോട് ചൂടാകുന്നവരില്ലേ? മനക്കരുത്തില്ലാത്തവരാണ്. മനക്കരുത്തുള്ളവരങ്ങനെയല്ല. അവർക്കറിയാം കൊടുക്കുന്ന രാജാവ് ഒന്നാണ്, തടയുന്ന രാജാവ് ഒന്നാണ്. അവന്റെ അനുഗ്രഹം തടയാൻ ലോകത്തിനെതിരാളിക്കും കഴിയില്ല, ഒരു ശത്രുവിനും കഴിയില്ല. അതേസമയം അവന്റെ ശിക്ഷ തടയാൻ അതിനും ആരും വളർന്നിട്ടില്ല. ആ ചിന്തയിലാണ് മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് തന്നെ മനക്കരുത്തോടെയാണ് ജീവിക്കേണ്ടത്. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ മനക്കരുത്താണ്. ആ മനക്കരുത്ത് വർദ്ധിക്കേണ്ടതുണ്ട്. അതിന് യജമാനനായ റബ്ബ് ഒരുപാട് നന്മകൾ കൊടുക്കുകയാണ്. അതിന്റെ പുറമെ ഹബീബായ നബി തങ്ങളുടെ അതാ പ്രിയപ്പെട്ട ഭാര്യ പരിശുദ്ധ ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് വലിയ തണലായിരുന്നു, കൂട്ടായിരുന്നു, വല്ലാത്ത സ്നേഹമായിരുന്നു. ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദർശ പ്രചരണ രംഗത്ത് സർവ പിന്തുണയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ, SYSന്റെ പ്രവർത്തകർ അത്തരം പ്രവർത്തനങ്ങൾക്ക് പോയി അതാ അവർക്ക് വേണ്ടതുപോലെ നിങ്ങളെ പരിചരിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ അതൊക്കെ എന്റെ ഭർത്താവ് സ്വർഗത്തിന് വേണ്ടിയുള്ള അധ്വാനത്തിലാണ്, ഞാനും അതിനെ പിന്തുണക്കണമെന്ന ചിന്ത
നമ്മുടെ മനസ്സിൽ വേണമല്ലോ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ആ ചിന്തയിൽ മഹദിയുടെ സ്വത്തുക്കൾ മുഴുവനും നബിതങ്ങളുടെ പ്രവർത്തനത്തിൽ വിട്ടുകൊടുക്കുകയാണല്ലോ. എപ്പോഴും പ്രശ്നം വരുമ്പോ സാന്ത്വനപ്പെടുത്തുകയാണല്ലോ. ആ ഹബീബ് നബിതങ്ങളുടെ മനസ്സിൽ മനക്ലേശമുണ്ടാക്കുന്ന ഒരു വാക്ക് പോലും പറയാതെ ഏത് സമയത്തും സാന്ത്വനമേകിയ ആ മഹത്തായ ഉമ്മയുണ്ടല്ലോ, ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ വേർപാട് മനസ്സിനെ ദുഃഖിപ്പിക്കാൻ കാരണമാണല്ലോ. അബൂ താലിബിന്റെ വേർപാട്. അബൂ താലിബും വലിയ തണലേകിയ വ്യക്തിയാണല്ലോ, പിതൃ സഹോദരനാണല്ലോ. ശത്രുക്കൾ കാഞ്ഞിങ്ങടുക്കാൻ കഴിയാത്തതിന്റെ പിന്നിൽ അബൂ താലിബിന്റെ പ്രവർത്തനങ്ങളും പിന്തുണയുമുണ്ടല്ലോ. അവരെല്ലാം വിട്ടുപിരിഞ്ഞ വേദനയുടെ കാലമാണ്. അപ്പോൾ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് നന്നായി സമാധാനിപ്പിച്ച് സന്തോഷിപ്പിക്കണമല്ലോ. അതിന്റെ പുറമേ ആ ഹബീബിന് ഏറ്റവും വലിയ സംതൃപ്തിയും സ്നേഹവും അവിടുത്തെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുന്നതിലാണല്ലോ. ആ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തേണ്ട വിഷയത്തിലാണല്ലോ. സ്വന്തം ശരീരം നോക്കാതെ പല ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് സ്വന്തം ശരീരത്തിന് കേടുവരുന്നത് പോലും ചിന്തിക്കാതെ മുന്നേറുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉമ്മത്തിന്റെ വിഷയത്തിൽ ഏർപ്പെടാനും അതാ മനക്കരുത്ത് വേണമല്ലോ. അതുകൊണ്ട് സ്വർഗമൊന്ന് മഹശറിലെത്തുന്നതിന് മുമ്പ് നബിതങ്ങൾക്കൊന്ന് കാണിക്കണം, നരകമൊന്ന് കാണിക്കണം, അള്ളാഹുവിനെ കാണിച്ച് ഏറ്റവും വലിയ ആനന്ദമൊന്ന് നൽകണം. അങ്ങനെ ആ നബിയുടെ ഉമ്മത്തുകൾക്ക് വിജയത്തിന് നിദാനമായ സമ്മാനമൊന്ന് കൊടുത്തേക്കണം. അത്ഭുതങ്ങൾ പലതും കാണിക്കണം. ആ അത്ഭുതങ്ങളൊന്നും കണ്ടാൽ ശ്രദ്ധ മാറാത്ത വിധം മനക്കരുത്ത് വർദ്ധിപ്പിച്ച് എല്ലാറ്റിനും സാഹചര്യമുണ്ടാക്കണം. ഇങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ യാത്രയാണ് സറൈതാ മിൻ ഹറമിൻ ലൈലൻ നീല ഹറമീം കമാ സറൽ ബദ്റു ഫീ താജിൻ മിനൽ മുലബി. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സ്വലാത്ത് ചൊല്ലിക്കോ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം വബിത്താ തർഖാ ഇലാ അന്നിൽതാ മൻസിലതൻ മിൻ ഖാബി ഖൗസൈനി ലം തുദ്റക് വലം തുറമി. മൗലായ صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. എല്ലാവരും ഇരുന്നോളൂ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട ഇസ്റാ മിഅ്റാജ്. ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഇസ്രായിനെ കുറിച്ച് പറഞ്ഞപ്പോ അങ്ങനെ ഒരു സൂറത്ത് തന്നെ ഖുർആനിലുണ്ടല്ലോ, സൂറത്തുൽ ഇസ്റാ. അത്രയും മഹത്വമേറിയൊരു യാത്ര, ആ യാത്രയുടെ പേരിൽ ഒരു സൂറത്ത് തന്നെ അല്ലാഹു ഇറക്കുകയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ കാണിച്ചു കൊടുക്കാനാണ്. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഒരുപാട്
ആയത്തുകൾ, തെളിവുകൾ, അത്ഭുതങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാനാണ് ഇസ്രാ. അങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് ഞാൻ ഇതുവരെ വിവരിച്ചത്. എന്തിനാണ് കാണിച്ചു കൊടുക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാരത്രിക ലോകത്ത് ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുന്ന ശ്രദ്ധ തന്നെ, വേറൊരു വിഷയത്തിലും ശ്രദ്ധ മാറിപ്പോകാതെ. അതേ നരകം കണ്ടതാണ്, സ്വർഗം കണ്ടതാണ്, അത്ഭുതങ്ങളൊക്കെ കണ്ടതാണ്, കാണാത്തൊന്നുമില്ല, എല്ലാം കണ്ടതാണ്. അപ്പൊ ശ്രദ്ധ മാറൂല. അതിനുവേണ്ടി ധാരാളം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഇസ്രാ നടത്തിയതെന്ന് ഖുർആൻ. അതുകൊണ്ടാണ് പകല് നടത്താതിരുന്നതും. കാരണം ഇത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനാണ്. അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ ഉറങ്ങുമ്പോൾ കാണിച്ചു കൊടുത്താൽ മതിയല്ലോ, മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്ന സമയം നഷ്ടപ്പെടുത്തണ്ടല്ലോ. രാത്രിയിലാണ് അസ്റാ ബിഅബ്ദിഹി ലൈലൻ, രാത്രിയിലാണ്. സാധാരണ മുഅ്ജിസത്തിന്റെ സ്വഭാവം വെല്ലുവിളി സ്വഭാവത്തോടുകൂടി ഈ കാണിക്കുന്ന അത്ഭുതങ്ങളാണ് മുഅ്ജിസത്ത്. ആ വെല്ലുവിളി സ്വഭാവത്തോടുകൂടിയുള്ളത് സാധാരണ എല്ലാവരും അറിയുകയും എല്ലാവരെയും കാണിച്ചുകൊണ്ടും എല്ലാവർക്കും പ്രകടിപ്പിച്ചുകൊണ്ടൊക്കെയാണ് സാധാരണ കാണാറുള്ളത്. എന്നാൽ ഇതിന്റെ രൂപം ഒന്ന് വേറെ, ഏത് രാത്രിയാണ്. കാരണം ഇത് മറ്റൊരു ശൈലിയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനാണ്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് എന്നെ കൊണ്ടുവരാൻ ആദം നബി അലൈഹി സ്വലാം ഇറങ്ങി നോക്കും ഇന്ത്യയിലല്ലോ. അതുപോലെ തന്നെ വേറെ സ്ഥലത്തിനെ കൊണ്ടുപോയിരുന്നത് ഇലൽ മസ്ജിദിൽ അഖ്സ. അവിടെ ഒരു പ്രത്യേക പള്ളിയുണ്ട്, അൽ മസ്ജിദുൽ അഖ്സ. അൽ മസ്ജിദുൽ അഖ്സ അത് അമ്പിയാക്കൾ നിസ്കരിച്ച പള്ളിയാണ്, അമ്പിയാക്കളുടെ കേന്ദ്രമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അതേപോലെ തന്നെ അവിടെ വേറെയും അമ്പിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അതുപോലെ തന്നെ സാറ ബീവി റളിയല്ലാഹു അൻഹ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അതിനപ്പുറത്ത് മൂസാ നബി അലൈഹി സ്വലാം അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അങ്ങനെ ധാരാളം അമ്പിയാക്കൾ. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അതാ അല്ലാഹുവിന്റെ വഹി ഇറങ്ങിയ സ്ഥലം, അമ്പിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. അങ്ങനെ ധാരാളം മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. അങ്ങനെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ നല്ല മരങ്ങൾ, മറ്റ് മരങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് അനുഗ്രഹീത മരങ്ങളും അനുഗ്രഹീത വസ്തുക്കളും അതും അല്ലാഹു തആല നൽകിയിട്ടുള്ള സ്ഥലങ്ങളാണ്. ബാറകനാ ഹൗലഹു, അതിന്റെ ചുറ്റുഭാഗമൊക്കെ നല്ല ബർക്കത്തുള്ള നല്ല അനുഗ്രഹീതമായ പള്ളിയാണ്. അങ്ങനെ മഹാന്മാരെ കൊണ്ടും സസ്യങ്ങളെ കൊണ്ടും പലതുകൊണ്ടും അനുഗ്രഹീതമായ ബർക്കത്തുള്ള പള്ളിയിലേക്കാണ് യാത്ര തിരിക്കുന്നത്, യാത്ര കൊണ്ടുപോകുന്നത്. ആ യാത്രക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് വിളിച്ചുകൊണ്ടുപോയി അവിടുത്തെ നെഞ്ച് കീറി ഹൃദയം പുറത്തെടുത്ത് അതിൽ ഈമാൻ, മഅരിഫത്ത്, ഇൽമ് അതിനാൽ നിറച്ചു എന്ന് ഹദീസിൽ കാണാം. നമുക്ക് മനസ്സിലാകുന്നതിന്റെ അപ്പുറത്താണ്. എങ്ങനെയാ നിറക്കൽ, എങ്ങനെയാ കൊണ്ടുവന്നത് നമുക്ക് മനസ്സിലാകുന്നതിന്റെ അപ്പുറത്താണ്. എല്ലാം മനസ്സിലാവൂല. ചിലതൊക്കെ മനസ്സിലാവും, ചിലത് മനസ്സിലാവൂല. എല്ലാം മനസ്സിലാവൂല എന്ന് മനസ്സിലാകുന്നവനാണ് മനസ്സിലാകുന്നവൻ. എല്ലാം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നവനാണ് മനസ്സിലാകാത്തവൻ. സുഹൃത്തുക്കളെ, അപ്പൊ എല്ലാം മനസ്സിലാവും, ചിലത് മനസ്സിലാകാത്തതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അപ്പടി വിശ്വസിക്കുക, ഖുർആൻ പറഞ്ഞത് അപ്പടി വിശ്വസിക്കുക. അവർക്കാണ് മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത്. അവിടെ പിന്നെ ചോദ്യം ചെയ്യേണ്ടതില്ല. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രശ്നം മറന്നുപോകുന്നു. അതൊരു പ്രശ്നത്തിന്റെ പരിഹാരത്തിന് സർവ്വപ്രശ്നത്തിന്റെയും പരിഹാരമായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിക്കുന്നു. മറന്നുപോകുന്നതിന് പരിഹാരം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ ചെയ്യുന്നു, സഹായം ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ ആ തട്ടം, മേൽത്തട്ടം അല്ലെങ്കിൽ ആ തട്ടം നിങ്ങളവിടെ വിരിച്ചോന്ന്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് എന്താ പരിപാടിയൊന്നും മനസ്സിലായിട്ടില്ല. പറഞ്ഞ പോലെ ചെയ്താൽ പോരെ. അതവിടെ വിരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടും കൈയും ചേർത്ത് പിടിച്ചിട്ട് വായുവിൽ നിന്ന് എന്തോ ഒരു വസ്തു വാരിയെടുക്കുന്നത് പോലെ വാരിയെടുക്കുന്നു.
ഒന്നും കാണുന്നില്ല, എന്തോന്ന് വാരുന്നു. എന്റെ ഈ തട്ടത്തിൽ ഇങ്ങനെ ഇടുന്നതും കാണുന്നില്ല, സാധനമൊന്നും കാണുന്നില്ല, വാരുന്നു ഇടുന്നു, 2-3 തവണ അത് ചെയ്യാണ്. എന്നിട്ട് പറയുന്നു മൈലാസുധരിക്ക, ആ തട്ടം നിങ്ങളെ നെഞ്ചിലേക്ക് കൂട്ടിപ്പിടിച്ചോ. അബൂ ഹുറൈറ യുക്തിവാദിയാകാൻ പോയില്ല, മുഅ്മിനായി മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ ഇസ്ലാമിലേക്ക് വന്ന മഹാന, ക്ലാസ് സുന്നികളുടെ നേതാവാ. അതുകൊണ്ട് അവിടെ പിന്നെ യുക്തിവാദത്തിലൊന്നും പോയില്ല. പറഞ്ഞ വഴി എടുത്താ പോരെ, വേഗം ആ തട്ടയും കൊണ്ടെടുത്തു, ആ തട്ടയും കൊണ്ടെടുത്തു, നെഞ്ചിലേക്ക് കൂട്ടി വെച്ചു. പിന്നെ ഞാനൊന്നും മറന്നുപോയിട്ടില്ല, ഒരു വാക്കും നബി തങ്ങളുടേത് മറന്നുപോയിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കണ്ടോ, ചിലത് നമുക്ക് മനസ്സിലാകാത്തതുണ്ടാവും, എല്ലാം മനസ്സിലാവണമെന്നില്ല, മനസ്സിലാകേണ്ടത് മനസ്സിലായാൽ മതി. അപ്പോ എല്ലാം മനസ്സിലാവണോ എന്ന് വിചാരിച്ചാൽ അവനൊന്നും മനസ്സിലാകാത്തവനായിരിക്കും. അപ്പൊ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അങ്ങനെ കൊണ്ടുവന്ന ഒരു പൊന്നിന്റെ തളിക, പൊന്നിന്റെ തളിക ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമുക്ക് നിയമമുണ്ട്. ആ നിയമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊണ്ടുവന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനും ആ കൊണ്ടുവന്ന കാലത്തും ആ നിയമം വന്നിട്ടുണ്ടാകില്ല. ആ നിയമം ചിലപ്പോൾ പിന്നെ വന്നതായിരിക്കാം. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പ്രത്യേകമായി അങ്ങനെ കൊണ്ടുവരാൻ അല്ലാഹു തആല അനുമതി അപ്പോൾ കൊടുത്തതായിരിക്കാം. പണ്ഡിതന്മാർ 2 നിലക്കും അത് വിശദീകരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ശരി, ആ പൊന്നിന്റെ തളികയിൽ കൊണ്ടുവന്ന വസ്തു അത് ഈമാൻ നിറക്കപ്പെട്ടതാണ്. അത് കൊണ്ടുവന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം ഒന്ന് കഴുകി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അതിൽ നിറക്കപ്പെട്ടു. അതിനുശേഷം ഉൾഭാഗവും കഴുകി നിറക്കപ്പെട്ടു. സംസം വെള്ളം കൊണ്ട് കഴുകി എന്ന് ഹദീസിലുണ്ട്. സംസം അത് വലിയ ബർക്കത്തുള്ള വെള്ളമാണ്. കാരണം അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പയുടെ കാല് തൊട്ട സ്ഥലത്ത് നിന്ന് പൊട്ടിയൊലിച്ച വെള്ളമാണ്. അതുകൊണ്ട് ആ വെള്ളത്തിന് വലിയ ബർക്കത്താണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ സ്റ്റേജിൽ ഷാറൂബാറക്ക് പ്രദർശിപ്പിക്കപ്പെടാറുണ്ട്. ഷാറൂബാറക്കിട്ട വെള്ളം നമ്മൾ വാങ്ങി കുടിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷാറ് ബർക്കത്തുള്ളതാണ് എന്നത് വിശ്വസിക്കാത്തവൻ മുസ്ലിം അല്ല. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ പിന്നെ അങ്ങനെ ഷാറൂബാറക്കിന്റെ വെള്ളം കുടിക്കുമ്പോ, അല്ലെങ്കിൽ ഷാറൂബാറക്ക് പോലെയുള്ള ആധാറുകൾ കൊണ്ട് ബർക്കത്തെടുക്കുമ്പോ മഹാന്മാര് കാണിച്ചൊരു സമീപനമുണ്ട്. ആ സമീപനം എന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ മതി, കേട്ടാൽ മതി. ആ പറഞ്ഞതിനെ സംബന്ധിച്ച് കൂടുതൽ ചുഴന്നന്വേഷിക്കേണ്ടതില്ല. അതായിരുന്നു മഅ്മൂൻ രാജാവ് പറഞ്ഞത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യരായ ഇമാം അബൂബക്കർ ബിൻ ഹൈസം റളിയല്ലാഹു അൻഹുവിനോട്, എന്റെ സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് പറഞ്ഞൊരു വസ്തു എന്റെ മുമ്പിൽ കൊണ്ടുവന്നവൻ സത്യസന്ധനല്ലെങ്കിൽ പോലും, അദ്ദേഹം പറയുന്നത് സത്യമാണെന്നതിനൊരു തെളിവുമില്ലെങ്കിൽ പോലും, എന്റെ അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ട് 1000 സ്വർണ്ണ നാണയം വില പറഞ്ഞാൽ ഞാനതിങ്ങ് വാങ്ങും, ഞാനത് മുഖത്ത് വെക്കും, ചുംബിക്കും, ബർക്കത്തെടുക്കും. അങ്ങനെയാണ് എന്റെ പതിവ് എന്ന് പറഞ്ഞപ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യർ അതൊക്കെ ശരിയായ ബുഖാരിയിലെ സനദ് പോലെ തെളിഞ്ഞാലേ പറ്റൂന്നൊന്നും പറഞ്ഞിട്ടില്ല. കാരണം വിവരമുള്ളത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാണ് അതിന്റെ മാനദണ്ഡം എന്നറിഞ്ഞത് കൊണ്ടാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ സംസം വെള്ളത്തിന്റെ മഹത്വം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാപ്പ ചെറിയ കുട്ടിയായിരുന്നു. നുബുവത്ത് കിട്ടി രംഗത്തൊന്നും വന്നിട്ടില്ല. പക്ഷേ നബിതങ്ങളുടെ അംശം ആ കുട്ടിയുടെ ശരീരത്തിലുണ്ട്. അതാണ് നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാം. ചെറിയ കുട്ടിയാണ്, നുബുവത്ത് കിട്ടി രംഗത്ത് വന്നിട്ടൊന്നുമില്ല. പക്ഷെ ആ കുട്ടിയുടെ ശരീരത്തിൽ ഒരു മഹാനായ അല്ലാബിൽ കരീമത്തിൽ ഫാഖിറതി ഇലൽ അർഹാമിൽ സകിയത്തി ത്വാഹിറ. ആ കാരണം കൊണ്ട് തന്നെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാദസ്പർശമേറ്റ സ്ഥലത്ത് നിന്നും നിർഗളിച്ച വെള്ളത്തിന് വലിയ ബഹുമാനം അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. ആ വെള്ളം എടുത്തുകൊണ്ടുവന്നു. അതുകൊണ്ടാണ് കഴിയതെന്ന് ഹദീസ് പറയുന്നുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അവിടെ ചില ചരിത്രകാരന്മാർ ഹൗദുൽ കൗസറിന്റെ വെള്ളവും ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞവരുണ്ട്. അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അങ്ങനെ സംസം വെള്ളം കൊണ്ട് കഴുകി
അതിൽ ഈമാനിനാൽ നിറച്ചു എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ്. ഏതായിരുന്നാലും ശരി, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്നിട്ട് അവിടെ മുറിവ് കൂട്ടി. ഇപ്പോൾ പലരും പല ഓപ്പറേഷനുകളും നടക്കുന്നു. അതുപോലെ ഹൃദയം ചിലപ്പോൾ പുറത്തെടുക്കുന്നു, പല കളിയും വലിക്കുന്നു. അപ്പോഴൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല. കാരണം അതൊക്കെ നടക്കാം എന്ന് നേരത്തെ തന്നെ വിശ്വസിച്ചു പോരുന്നവരാണ് നാം. അതേസമയത്ത് പഴയകാലത്ത് ഇതിനെ ചോദ്യം ചെയ്ത യുക്തിവാദികൾ ചത്തുപോയതുകൊണ്ട് അവർക്ക് തൽക്കാലം മറുപടി പറയേണ്ടതില്ല. ചത്തിട്ടില്ലായിരുന്നുവെങ്കിൽ യുക്തിവാദികൾ, അന്ന് ജീവിച്ചിരുന്ന യുക്തിവാദികൾ, ഇത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്തവർ ഇന്ന് ഉത്തരമില്ലാതെ ഉത്തരം മുട്ടിപ്പോകുമായിരുന്നു. അതേസമയത്ത് ഈ കാലഘട്ടത്തിൽ അതൊന്നും ഒരു പ്രശ്നമായിട്ട് ആർക്കും തോന്നുന്നില്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്ന കാലത്ത് ഈ ആയത്തിന് തഫ്സീർ എഴുതുമ്പോ മനുഷ്യൻ ഉയരങ്ങളിലേക്ക് കയറിപ്പോകാൻ കഴിയില്ലല്ലോ. കാരണം വെയിറ്റുള്ള മനുഷ്യനെങ്ങനെ മേൽപോട്ട് പൊങ്ങിപ്പോവാ? അത് പൊങ്ങൂലല്ലോ. ഭൂമിക്ക് ആകർഷണ ശക്തിയുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു വെയിറ്റുള്ള മനുഷ്യൻ മേൽപോട്ടേക്ക് ഉയർന്നുപോയി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് അന്നത്തെ യുക്തിവാദികൾ പറഞ്ഞപ്പോൾ അവരെ ശക്തിയുക്തം എതിർക്കാൻ വേണ്ടി ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിന്റെ പേജുകൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. അതേസമയത്ത് ഇന്ന് ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതൻ ഇസ്രാ മിറാജ് പറയുമ്പോ മേൽപോട്ടേക്ക് വെയിറ്റുള്ള സാധനം ഉയർന്നു പോകുന്നുള്ളതിന് ഒറ്റ വരി എഴുതേണ്ട ആവശ്യമില്ല. അന്നത്തെ യുക്തിവാദികൾക്ക് കുറെ വരികൾ പണ്ഡിതന്മാർ ചെലവഴിക്കേണ്ടി വന്നിരുന്നു. ഇന്നത്തെ പണ്ഡിതന്മാർക്ക് അതിന്റെ ആവശ്യമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാം തിരിയുമെന്ന് മനസ്സിലാക്കിയത്. തിരിയൂലാന്ന് കുറെയൊക്കെ തിരിയാത്തതുണ്ടാവുമെന്ന് മനസ്സിലാകുമ്പോഴാണ് മനുഷ്യൻ യുക്തിയും ബുദ്ധിയുമുള്ളവനാകുന്നത്. അല്ലാത്തവൻ തീരെ യുക്തി ഇല്ലാത്തവനാണ്. അത് മനസ്സിലാകാൻ ചിലപ്പോൾ സമയം പിടിക്കും. ഇരിക്കട്ടെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പോകുമ്പോൾ 3 സ്ഥലത്ത് ജിബ്രീൽ അലൈഹിസ്സലാം നിർദ്ദേശം കൊടുത്തിറങ്ങിയിട്ടുണ്ട്. അതിലൊന്ന് ഈസാ നബി അലൈഹിസ്സലാമിനെ പ്രസവിച്ച ബൈത്തുലഹമാണ്. ബൈത്തുലഹമിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇമാം നസായിയുടെ റിപ്പോർട്ടിൽ കാണാം. അതുപോലെ തന്നെ പോകുന്ന സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിന് കിതാബ് കൊടുത്ത തൂരി സൈനാ പർവ്വതത്തിൽ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുമ്പോ അവിടെ അതിന്റെ പരിസരങ്ങളിലുള്ള അമ്പിയാക്കൾ കിടക്കുന്ന സ്ഥലമെന്നതാണ് പുണ്യമെങ്കിൽ അതിനേക്കാളെല്ലാം പുണ്യമുള്ള കഅബ ശരീഫ് നിൽക്കുന്ന സ്ഥലത്തേക്കാൾ പുണ്യമുള്ള സ്ഥലമാണല്ലോ അൽ മദീനത്തുൽ മുനവ്വറയിലെ നബി തങ്ങളുടെ ശരീരം തൊട്ടുകിടക്കുന്ന മണ്ണ്. ആ മണ്ണുള്ള സ്ഥലത്ത് അതാ മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുന്ന പോക്കിൽ തന്നെ നബി തങ്ങളെ ഇറക്കിയിട്ടുണ്ട്. അവിടെ വെച്ചെല്ലാം ഈ 2 റക്അത്ത് നിസ്കരിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണത്? ബറക്കത്തുള്ള സ്ഥലങ്ങളിൽ വെച്ച് സൽക്കർമ്മം ചെയ്യുന്നതിന് പ്രത്യേകത റഹിമഹുല്ലാഹ് അതിന്റെ ശറഹിൽ വിവരിച്ചത് കാണാം. ഇരിക്കട്ടെ, അങ്ങനെ 3 പ്രത്യേക സ്ഥലങ്ങളിൽ ഇറക്കി മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ അതിന് സറൈതാമിൻ ഹറമിൻ ലൈലൻ നീലാ ഹറമി കമാ സറൽ ബദ്റു ഫി ദാജിൻ മിനൻ നുലമി വബിത്താത ഖായില അന്നിൽ താമൻസിലതൻ മിൻ ഖാബി ഖൗസൈനി ലം തുദ്റക് വലം തുറമി. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലണം. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നിങ്ങളൊക്കെ വാടിപ്പോകുന്നുണ്ട്, ചൂട് കൊണ്ടാണ്. അല്ലാഹു തആല നമുക്ക് വെള്ളം തരട്ടെ, നല്ല മഴ തരട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ അഖ്സയിലെത്തി. അത്ഭുതം തന്നെ. മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയ അമ്പിയാക്കൾ അവിടെ സമ്മേളിച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാം ബാങ്ക് വിളിക്കുന്നു, ഇഖാമത്ത് വിളിക്കുന്നു, ഇമാമത്ത് നിൽക്കാൻ ആവശ്യപ്പെടുന്നു. പിന്നിൽ തുടർന്നുകൊണ്ട് ധാരാളം അമ്പിയാക്കൾ നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് അവിടെ ചില സംഭവങ്ങളൊക്കെ നടക്കുന്നു. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി
ആലിഹതൻ യുഅ്ബദൂൻ അത്തവസ്സുലു വൽ വസീല എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു തൈമിയ്യ പറഞ്ഞില്ലേ, നബിയോട് സഹായം ചോദിക്കാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം ഇൽമിന്റെ സഹായമാണ്. അത് ഈ ആയത്ത് മുഖേനയാണ്. വസൽമൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹതൻ യുഅ്ബദൂൻ. പക്ഷേ ബോധ്യമുള്ളത് കൊണ്ട് ചോദിക്കുന്നില്ലെന്ന് നബി തങ്ങൾ പറഞ്ഞു. ചോദിച്ചുവെന്ന് തഫ്സീറുൽ ഖുർതുബിയിലുണ്ട്. അത് കൽപ്പനയ്ക്ക് വിധേയമായി ചോദിച്ചതാണ്. ചോദിക്കുന്നില്ലെന്ന് വേറെ തഫ്സീറിലുണ്ട്. അത് സംശയത്തിന്റെ പേരിൽ ചോദിക്കുന്നില്ലെന്നാണ്. രണ്ട് റിപ്പോർട്ടുകൾ വരുമ്പോൾ സംയോജിപ്പിക്കൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് നിസ്കരിച്ചു. ചോദ്യവും മറുപടിയുമൊക്കെ കഴിഞ്ഞു. ഉപരിലോകത്തേക്ക്, ഉപരിമണ്ഡലത്തിലേക്ക് പ്രത്യേകമായ ഒരു വസ്തു കയറാൻ കൊണ്ടുവരപ്പെട്ടു. അതുവരെ പോയിരുന്നത് ബുറാഖിലാണ്. ബുറാഖിനെ നബി തങ്ങൾ വട്ടക്കണ്ണിയോട് കെട്ടിയെന്ന് ഹദീസിലുണ്ട്. അത് നമ്മെ പഠിപ്പിക്കാനാണ്. തവക്കുലുണ്ടെന്ന് വെച്ചിട്ട് അതാ വണ്ടിയുടെ താക്കോലും അതേ വണ്ടിയിലിട്ട് പൂട്ടി അതാ ഡോറടച്ചിങ്ങ് പോരരുത്. തവക്കുൽ അത്ര കടുത്ത തവക്കുല് പറ്റില്ല. സബബുകളുമായി ബന്ധപ്പെടണം, തവക്കുല് വേണം. പക്ഷേ റസൂലുള്ളാഹിക്ക് സ്പെഷ്യലായി വന്ന ബുറാഖ് അതെവിടെയും പോകൂല. എന്നാലും നമ്മളെ പഠിപ്പിക്കാനാണ്. വണ്ടി നിർത്തുമ്പോ സൗകര്യമുള്ള സ്ഥലം നോക്കി നിർത്തണം. മുൻകാലത്തുള്ള അമ്പിയാക്കൾ കെട്ടിയ വട്ടക്കണ്ണിയോടാണ് കെട്ടിയത്. അങ്ങനെ അവിടെയും മുൻഗാമികളെ തുടരാനാ പഠിപ്പിച്ചത്. രണ്ടാമത്തതോ കെട്ടിയതെന്തിനാണ്? അതേ തവക്കുലുണ്ടെന്ന് പറഞ്ഞ് അങ്ങ് വിട്ടേക്കരുത്. ഓഫാക്കേണ്ടത് ഓഫാക്കണം. ഉമ്മമാരെ, ഗ്യാസിന്റെ അടുപ്പാണോ ഉറങ്ങുന്നതിന് മുമ്പ് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുപ്പിൽ തീ കത്തിക്കലാണോ, തീയൊന്ന് പൂർണ്ണമായി അണച്ചേക്കണം. അങ്ങനെ ഓരോന്നും ഉറങ്ങാൻ നോക്കുമ്പോ ഡോറൊക്കെ കുറ്റിയിട്ടോന്നൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ യാത്ര ഇറങ്ങുമ്പോ അതാ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോന്നൊന്ന് നോക്കണം. ഇല്ലെങ്കിൽ തൊട്ടടുത്ത സ്നേഹിതനൊന്ന് ചോദിച്ചേക്കണം. ടിക്കറ്റ് കയ്യിലുണ്ടോന്ന് ചോദിച്ചേക്കണം. അങ്ങനെ സൂക്ഷ്മതയോടെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടതെന്നതും കൂടി പഠിപ്പിക്കാനാണ് അമ്പിയാക്കൾ കെട്ടിയ വട്ടക്കണ്ണിയോട് ബുറാക്കിനെ കെട്ടിയിട്ടാണ് പള്ളിയിലേക്ക് കടന്നത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ചിലപ്പോ നമ്മളൊക്കെ കാറുമെടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി വണ്ടിക്കാണ് പിന്നെ പോകുന്നത്. വണ്ടി കാറവിടെ നിർത്തി തിരിച്ചു വരുമ്പോ അതേ കാറിൽ ഇങ്ങ് മർക്കസിലെത്തണം. അതുപോലെ ബുറാഖ് അവിടെ കിടക്കട്ടെ, ഇനി കുറെ സ്ഥലത്ത് പോകാനുണ്ട്. അതിന് വേറെയാണ് പോകാനുള്ള മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ കടന്നു നിസ്കാരം കഴിഞ്ഞു. അവിടുന്നാണ് മേൽപോട്ടേക്കുള്ള യാത്ര ചെയ്തത്. صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه أشرف الخلق محمد رسول الله صلى الله عليه وسلم. മേൽഭാഗത്തേക്ക് കയറിപ്പോവുകയാണ്. ചെറിയ സമയത്തിനുള്ളിലാണ്, രാത്രി സമയമാണ്. പക്ഷേ മേൽപോട്ടെത്തിയാൽ പിന്നെ രാത്രിയും പകലും പറയാനില്ലല്ലോ. അതേ ഭൂമിയുടെ നിഴൽ ഒരു 500 കിലോമീറ്റർ അകലെ ഉണ്ടാവുകയില്ലല്ലോ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ അവിടെ രാത്രി പകല് പറയാനില്ലല്ലോ. ഇസ്രായിനെ കുറിച്ച് പറഞ്ഞപ്പോ അസ്റാ ബിഅബ്ദിഹി ലൈലൻ, രാത്രി എന്ന് തന്നെയാ പറഞ്ഞത്. മിറാജിനെ കുറിച്ച് പറഞ്ഞപ്പോ വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅ്വാ ഇദ് യഗ്ശ സിദ്റത മാ യഗ്ശ മാ സാഖൽ ബസറു വമാ തഗാ. ഖുർആൻ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അവിടെ അങ്ങനെ ഒരു പ്രത്യേക പ്രയോഗമൊന്നും പറഞ്ഞിട്ടില്ല. ഇരിക്കട്ടെ, മേൽപോട്ടേക്ക് പോകുന്നു.
ആകാശലോകങ്ങളിലേക്കുള്ള യാത്രയാണ്. ഒന്നാം ആകാശത്തിന്റെ സമീപത്തെത്തുന്നു. അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തുറക്കാൻ ആവശ്യപ്പെടുന്നു. ആരാണെന്ന് അപ്പുറത്ത് നിന്ന് ചോദ്യം വരുന്നു. ആരാണെന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത്? ഞാനെന്നല്ല, വന്നാളെ പേരാ പറയേണ്ടത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീൽ എന്നാ പറഞ്ഞത്. നമ്മൾ ചില ആൾക്കാരുണ്ട്, വാതിൽ വന്ന് വിട്ടിയല്ലേ ബെല്ലടിച്ച്, ആരാ? ഞാന്. പിന്നെ രണ്ടാമത്, ആരാ? ഞാൻ തന്നെ. ഇങ്ങനെ ചില മറുപടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനമായി വിരോധിച്ചു ആ മറുപടിയെ. അങ്ങനെയല്ല പറയേണ്ടത്. ഞാൻ ഇന്നയാളെന്ന് പറയണം. ഞാൻ ഇന്നയാളെന്ന് പറയണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാണ്. ഞാൻ എന്നല്ല പറഞ്ഞത്, ജിബ്രീൽ. ജിബ്രീൽ. ഓ, നിങ്ങളെ കൂടെ ആരാ? നിങ്ങളെ കൂടെ ആരാ? അതിന്റെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സാധാരണ പോയി ചെയ്യുന്ന വഴിയല്ലേ. അവിടെ ഉണ്ടോ സാധാരണയായിട്ട് ഒരു ചോദ്യം? വേറൊരു ചോദ്യത്തിന്റെ മറുപടിയുടെ ആവശ്യമില്ലല്ലോ. കൂടെ ആരാ? അപ്പോൾ അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയക്കപ്പെട്ടുവോ? അയക്കപ്പെട്ടുവോ എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ടേക്ക് അയക്കപ്പെട്ടുവോ? അല്ലാതെ നബി സല്ലല്ലാഹു നിങ്ങൾക്ക് അല്ലാഹു തആല റസൂൽ നബിയെ അയച്ചു എന്നുള്ള ആകാശലോകത്തൊക്കെ അറിയപ്പെട്ട കാര്യമല്ലേ. അപ്പൊ പിന്നെ ഇങ്ങോട്ടേക്ക് അയക്കപ്പെട്ടുവോ അതിനാ ചോദിച്ചത്. അത് ചോദിച്ചത് അറിയാഞ്ഞിട്ടൊന്നുമല്ല, അങ്ങനെ അറിയാഞ്ഞിട്ടായിക്കൊള്ളണം എന്നില്ല. പിന്നെന്തിനു ചോദിച്ചു? അതാ വിഷയം ഒന്ന് പറഞ്ഞൊന്ന് അത്ഭുതം കൂറാനാ. അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ സാധാരണയായി നമ്മളെ പരിപാടിയുടെ ഉദ്ഘാടനം, നമ്മളുടെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിട്ടുണ്ട്. ഉദ്ഘാടനമൊക്കെ ആയോ? പിന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. ഉദ്ഘാടനത്തിലാണ്ട പിന്നെ ഉദ്ഘാടനം നിശ്ചയിക്കല്. ഉദ്ഘാടനം ആയിട്ടുണ്ട്. സാധാരണയാണ്. മരിച്ചിട്ട് ആണ്ട് പറയാൻ പോയി. ഞാനിവിടെ ആണ്ട് പറയാൻ വന്നതാ. ഓ, ഒരാണ്ടായോ? ആണ്ടായി. അതെ. അപ്പൊ അതൊന്ന് പറഞ്ഞ് ഒന്ന് അത്ഭുതം കൂറാൻ വേണ്ടിയുള്ളൊരു പരിപാടി. അതുപോലെയാണ്. നബി അയക്കപ്പെട്ടുവോ? അയക്കപ്പെട്ടു. വാതിൽ തുറക്കപ്പെട്ടു. തുറന്നു എന്ന് പോകുമ്പോൾ നബി ആദം അലൈഹിസ്സലാമിനെ കാണുന്നു. സുബ്ഹാനല്ലാഹ്. ഉപ്പാപ്പയെ കാണുന്നു. ആദ്യത്തെ ബാപ്പയല്ലേ, ഒന്നാമത്തെ ആകാശത്ത് തന്നെ ആയിക്കോട്ടെ. അങ്ങനെ ആദ്യത്തെ ബാപ്പ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഒന്നാമത്തെ ആകാശം. അധിക റിപ്പോർട്ടുകൾ നോക്കിയാൽ 7ാമത്തെ ആകാശത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കാണാം. ഏറ്റവും ബഹുമാനമുള്ള നബി, ഏറ്റവും മേലെയുള്ള ആകാശത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ഉപ്പാപ്പ, ഏറ്റവും ബഹുമാനമുള്ള ആകാശത്തിൽ 7ാമത്തെ ആകാശത്തിൽ. ഈ തലക്കും ഒരു പാപ്പ, മേലെയും ഒരു പാപ്പ. 2 പാപ്പമാർ ആകാശത്തിന്റെ 2 തലക്കും, താഴെയും മേലെയും. അവിടെ ആദം നബി അലൈഹിസ്സലാമിനെ കണ്ടു. ഓ നബിയെ, ഇത് ആദം നബിയാണ്, സലാം ചൊല്ലിക്കോളൂ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ശ്രദ്ധ അല്ലാഹുവിനെ കാണാനുള്ള ശ്രദ്ധയാണ്. ഉമ്മത്തുകളെ രക്ഷപ്പെടുത്തേണ്ട ശ്രദ്ധയാണ്. ഉപ്പാപ്പയെ കണ്ടപ്പോ സലാം പറയാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിർദ്ദേശിക്കുകയാണ്. സലാം പറയുകയാണ്. ആദം നബി അലൈഹിസ്സലാം സലാം മടക്കുകയാണ്. മർഹബൻ ബിൽഇബ്നി സാലിഹ്, മർഹബൻ ബിൽഇബ്നി സാലിഹ്. അതേ, പറ്റിയ മോൻ തന്നെ, മേൽഭാഗത്തേക്ക് വരാൻ പറ്റിയ മോൻ തന്നെ, ഏറ്റവും നല്ല മകൻ തന്നെ, സ്വാഗതം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വാഗതം പറയാൻ പോയി നിന്നതാ. ഉപ്പാപ്പ തന്നെ സ്വാഗതം പറയുകയാണ്. കാരണം ഉപ്പാപ്പയേക്കാൾ ബഹുമാനമുള്ള മോനാണ്. സ്വാഗതം പറയാൻ ഉപ്പാപ്പ തന്നെ പോയി നിന്നതാണ്. وقدمتك جميع الأنبياء بهم والرسل تقديما مقدوم على خادمي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഗതം പറയുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വലത് ഭാഗം തിരിഞ്ഞു നോക്കുമ്പോൾ ആദം നബി സന്തോഷിക്കുന്നു. ഇടത് ഭാഗം നോക്കുമ്പോൾ വിഷമിക്കുന്നു, ചിരിക്കുന്നു, കരയുന്നു എന്നർത്ഥം വരുന്ന വാചകം കാണാം ഹദീസിൽ. സുഹൃത്തുക്കളെ, വലത് ഭാഗത്തുള്ളതാരാണ്? അത് മോമിനീങ്ങൾ, സ്വർഗാവകാശികളാണ്. ഇടത് ഭാഗത്തുള്ളതാരാണ്? അതാ നരകാവകാശികളാണ്. അങ്ങനെ നരകവാസികളായ അവിശ്വാസികളുടെ റൂഹിന് ആകാശത്തിൽ കയറാൻ കഴിയോ എന്ന് സംശയിക്കേണ്ടതില്ല. അതെ, അത് ആദം നബി അലൈഹിസ്സലാമിന് ഇനി മേലിൽ ജനിക്കുന്ന അവിശ്വാസികളുടെ ആത്മാക്കളാകാം.
അല്ലെങ്കിൽ വേറെ അതിന് വേറെയും ചില വ്യാഖ്യാനങ്ങൾ പറഞ്ഞവരുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അവിടുന്ന് പിന്നെയും മേൽപോട്ട് പോകുന്നു. രണ്ടാമത്തെ ആകാശത്തിലെത്തുമ്പോൾ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിനെ കാണുന്നു. നബിതങ്ങളുമായി ഏറ്റവും അടുത്ത റസൂലാണത്. മറ്റുള്ളവർ അതിന്റെയും അപ്പുറത്താണല്ലോ. രണ്ടാമത്തെ ആകാശത്തിൽ ഈസാ നബി അലൈഹിസ്സലാം നേരത്തെ പോയപ്പോൾ നടന്നതുപോലെ തന്നെ ചോദ്യവും മറുപടിയും സലാം പറയലും ഒക്കെ നടക്കുന്നു. പിന്നെ അതിന്റെ മൂന്നാമത്തെ ആകാശത്തിലെത്തുമ്പോ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതേ അങ്ങനെ കാണുന്നു. അങ്ങനെ മേൽപോട്ട് പോകുമ്പോ ഓരോ നബിമാരെ കാണുന്നു. മൂന്നാമത്തെ ആകാശത്തിലും അതിനപ്പുറത്തുള്ള ആകാശത്തിലുമൊക്കെ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടിട്ടുണ്ട്. യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ട ആകാശമുണ്ട്. അതുപോലെ അതിനപ്പുറത്തുമുണ്ട്. യഹ്യാ നബി ഈസാ നബി ഒരേ ആകാശത്തിലാണെന്നും റിപ്പോർട്ടുകളിൽ ചിലത് പറയുന്നുണ്ട്. ഇരിക്കട്ടെ, അങ്ങനെ പോയി ആറാമത്തെ ആകാശത്തിൽ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിനെ കാണുന്നു. ആ മൂസാ നബിയുടെ ഖബറ് പോകുന്ന വഴിക്ക് വെച്ച് മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുമ്പോൾ സിയാറത്ത് ചെയ്തിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് നബി തങ്ങൾ കണ്ടിരുന്നു. കാരണം അതൊരു സാധാരണ മനുഷ്യനല്ലല്ലോ, അവിടുത്തെ കാഴ്ചയും സാധാരണയല്ലല്ലോ. അതിൽ പറഞ്ഞാൽ ഖബറിൽ നിസ്കരിക്കുന്നത് നബി തങ്ങൾ കണ്ടിരുന്നു. അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. ഖബറിൽ നിന്ന് കാണുന്നവരുണ്ട്, ഖബറിൽ നിന്ന് കേൾക്കുന്നവരുണ്ട്. അത് മുഅ്ജിസത്തുള്ള അമ്പിയാക്കൾക്ക് അത് സംഭവിക്കുന്നു, കറാമത്തുള്ള ഔലിയാക്കൾക്കും സംഭവിക്കുന്നു. അതാണല്ലോ തബാറക സൂറത്ത് ഖബറിൽ നിന്ന് ഓതുന്നത് കേട്ടത്. സഹാബികളിൽ ഒരു മഹാനാണ് നബിതങ്ങളോടത് പറഞ്ഞപ്പോ തബാറക സൂറത്ത് ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണെന്ന് അവിടുന്ന് പറഞ്ഞല്ലോ. ഖബറിലുള്ളത് നീ കേൾക്കൂല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നബിതങ്ങളെ കൂടെ നടന്നപ്പോൾ അവർക്കുണ്ടായ കറാമത്താണത്. ഇതുപോലെ ഖബറകത്തുസ്താദേ കുറവാക്കി കണ്ടാരെ ഖബറിങ്കല് നിന്നിട്ട് നീക്കിച്ച് വെച്ചോവർ. ഗൗസുല്ലാദമിന്റെ കറാമത്ത് കേട്ടില്ലേ? ഖബറിലുള്ള കാര്യം കാണുകയാണ്, ഇടപെടുകയാണ്. അങ്ങനെയുമുണ്ടല്ലോ. ഇരിക്കട്ടെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്നത് കണ്ടത് വേറെ ഹദീസിലുണ്ടല്ലോ. ഇവിടെ മൂസാ നബി അലൈഹി സ്വലാമെ നേരിട്ട് നിസ്കരിക്കുന്നതാണ് കണ്ടത്. മറർത്തു ലൈലതൗ സരിയബി, ഞാൻ നടന്നല്ലോ, എനിക്ക് ഇസ്റാഖ് നടന്ന രാത്രിയിൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ സമീപത്തുകൂടി ആ മൂസാ നബി അതാ ഖായിമു യുസല്ലി ഫിൽ ഖബരി, ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. ഖബറിൽ നിസ്കാരം നിർബന്ധമില്ല, സുന്നത്തില്ല. പക്ഷേ മഹാന്മാർക്ക് ഖബറിൽ വെച്ച് നിസ്കരിക്കൽ വലിയ സന്തോഷമാണ്. അവിടെ ഖുർആൻ ഓതൽ സന്തോഷമാണ്, സൽക്കർമ്മം ചെയ്യൽ സന്തോഷമാണ്. ആ സന്തോഷത്തിൽ അവരിങ്ങനെ ആനന്ദിക്കുകയാണ്. ഇരിക്കട്ടെ, ആ മൂസാ നബിയെ ആറാമത്തെ ആകാശത്തിൽ വെച്ചും കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, മരണപ്പെട്ടു പോയ അമ്പിയാക്കൾക്ക് അതാ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ കഴിയുമെന്നും അവർ ഈ ഭൂമിലോകത്ത് വന്ന് നിസ്കരിക്കുന്നുവെന്നും അവര് ഖബറിൽ വെച്ച് നിസ്കരിച്ചുവെന്നും അവരാകാശത്തിലേക്ക് യാത്ര ചെയ്യാൻ അവർക്ക് കഴിഞ്ഞുവെന്നുമൊക്കെ ഈ ഹദീസുകളിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോ അവിടുത്തെ ഭംഗിയെക്കുറിച്ച് നബിതങ്ങൾ പ്രത്യേകം വിവരിക്കുകയാണ്. അപ്പോൾ നബിതങ്ങൾ പോയത് ശരീരത്തോടുകൂടിയാണെന്ന് മാത്രമല്ല, കണ്ടതും ശരീരത്തോടെയാണെന്നല്ലേ ഗ്രഹിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ യൂസുഫ് നബിയുടെ ഭംഗിയെക്കുറിച്ച് എന്ത് പറയാനാ? ഇരിക്കട്ടെ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണുകയാണ്. വഫാത്തായി പോയ മഹാന്മാർക്ക് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, കൊടുക്കുന്നതിന് അതിലും കണക്കുമില്ലെന്ന് റബ്ബ് പറഞ്ഞതല്ലേ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. അങ്ങനെ ഉപരിമണ്ഡലത്തിൽ കണ്ടു. ആറാം ആകാശത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിനെയും കണ്ടു. എല്ലാവരും ആശംസകൾ അർപ്പിച്ചു. മർഹബൻ ബില്ലഖി സ്വാലിഹി വന്നബിയ്യി സ്വാലിഹ്, ഉപ്പാപ്പമാരാകുമ്പോ ബിലിബിനി സ്വാലിഹി വന്നബിയ്യി സ്വാലിഹ്, അങ്ങനെ ആശംസകളൊക്കെ അർപ്പിച്ചു. അങ്ങനെ ഞാൻ സിദ്റത്തുൽ മുന്തഹയുടെ സമീപത്തെത്തിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മുന്തഹ, അങ്ങേയറ്റം. അവിടെ അതാ
അത്ഭുതങ്ങളാണ്. ആരും അതിനപ്പുറം കയറിപ്പോകുന്നില്ല. ഇപ്പുറത്തേക്ക് ഇറങ്ങുന്നത് അവിടെയാണ്, ഇപ്പുറത്തുനിന്ന് കയറിപ്പോകുന്നത് അവിടെ തങ്ങുകയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലമാണത്. അവിടെ ഒരു മരം, ആ മരം അത്ഭുതകരമായ മരമാണ്. അതിന് കളറുകളും അതുപോലെ വർണ്ണങ്ങളും ലൈറ്റുകളുമൊക്കെ കൊടുത്ത് നബിതങ്ങൾ വരുന്ന വകയിൽ, ഹബീബിന്റെ വരവിന്റെ വകയിൽ അതാവിടെ അലങ്കരിച്ചിരിക്കുകയാണ്. ആ അലങ്കാരമൊക്കെ അവിടെയുണ്ട്. ആ മരത്തിന്റെ കായ വലിയ പീപ്പ പോലെ, ജാടി പോലെ, യമനിലെ ജാടി പോലെ, ആ ഹജറിലെ ജാടി പോലെ, പീപ്പ പോലെ എന്ന് നബി നിങ്ങൾ പറയുകയാണ്. മരത്തിന്റെ ഇലകൾ ആനയുടെ ചെവി പോലെ എന്നവിടുന്ന് പറയുകയാണ്. സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള സ്ഥലത്തും അതിനപ്പുറവും പോവുകയാണ്. ഹത്താലി ബഹരിന്നൂരി ജിബിരീലുൽ വഖഫ്, ജിബിരീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനും കൂടി പോകാൻ കഴിയാത്ത സ്ഥലത്തേക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയാണ്. അവസാനം അല്ലാഹുവുമായി സംഭാഷണം നടക്കുകയാണ്. അള്ളാഹു നിശ്ചയിച്ച സ്ഥലങ്ങളിൽ നബിതങ്ങൾ പോയി എന്നല്ലാതെ അള്ളാഹു സ്ഥലകാൽ അതീതനാണല്ലോ, അവനൊരു സ്ഥലത്തുമല്ലല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ പോക്കിൽ സ്വർഗവും നരകവും ഒക്കെ കാണുകയാണ്. അവിടെ പലരെയും കാണുകയാണ്. സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി പോകുന്ന പോക്കിൽ സ്വർഗത്തിൽ പലരെയും കാണുന്നു, നരകത്തിൽ പലരെയും കാണുന്നു. അങ്ങനെ പലതും പലതും കാണുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരു ദിവസം നബിതങ്ങൾ കരയുന്നു, വല്ലാത്ത കരച്ചിൽ. ആ കരച്ചിൽ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരച്ചിൽ കണ്ട് ഫാത്തിമ ബീവിക്ക് വല്ലാത്ത പ്രയാസം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത പ്രയാസം. കരച്ചിൽ കണ്ടപ്പോൾ ചോദിക്കുകയാണ്, എന്താണ് നബിയേ ഇങ്ങനെ അവിടുന്ന് കരയാൻ മാത്രം എന്ത് സംഭവിച്ചു? സുബ്ഹാനല്ലാഹ്, അവിടുന്ന് പറഞ്ഞില്ലേ കരയാൻ കാരണം ഞാൻ ആകാശലോകത്തേക്ക് ഇസ്രായിന് പോയ, അതെ, എന്നെ ഇസ്രായി നടത്തി ആകാശലോകത്തേക്ക് എന്നെ കൊണ്ടുപോയപ്പോൾ എന്റെ ഉമ്മത്തിലുള്ള ചില സ്ത്രീകളെ കണ്ടപ്പോ, അവരുടെ ശിക്ഷയും വിഷമവും കണ്ടപ്പോ ഞാൻ കരഞ്ഞു പോവുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ സദസ്സിലേക്ക് വരണം. സുഹൃത്തുക്കളെ, യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള അവൻ പൊരുത്തപ്പെട്ട മജ്ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാ മിഅ്റാജിന് വേണ്ടി പോയി. ആ പോയ പോക്കിൽ കണ്ട വിഷയങ്ങൾ, അതിലൊരു സംഭവം അവിടുന്ന് പറയുകയാണ്. അതേ, ഞാൻ കുറെ സ്ത്രീകളെ വല്ലാതെ ശിക്ഷിക്കപ്പെടുന്നത് കണ്ടു. എന്താണ് ഞാൻ കണ്ട ശിക്ഷ? അത് വലിയ ശിക്ഷയാണ്. ഒരു സ്ത്രീയുടെ മുടി, ആ മുടി കൊണ്ടവളെ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. ആ മുടി കൊണ്ട് പിടിച്ചു കെട്ടിയിട്ടുണ്ട്. അവളുടെ തലച്ചോറിങ്ങനെ തിളച്ചു മറിയുന്നുണ്ട്. വേറൊരു സ്ത്രീയുടെ നാവ് കൊണ്ടാണ് പിടിച്ചു കെട്ടിയത്. അവളുടെ തലയിലേക്ക് വളരെ ചൂടുള്ള വെള്ളം ഇങ്ങനെ ഒഴിക്കപ്പെടുന്നുണ്ട്. വേറെ ഒരു സ്ത്രീ അവളുടെ സ്തനങ്ങൾ മുഖേന ആ സ്തനങ്ങളിലേക്ക് കാല് പിടിച്ചു കെട്ടിയിട്ടുണ്ട്. കൈ പിടിച്ച് മൂർധാവിലേക്കും പിടിച്ചു കൂച്ചിക്കെട്ടിയിട്ടുണ്ട്. അവളുടെ മേൽ പാമ്പുകളും തേളുകളും വന്നിങ്ങനെ കൊത്തുന്നുണ്ട്. വേറൊരു സ്ത്രീയെ ഞാൻ കണ്ടു, അവളുടെ സ്തനങ്ങൾ നീട്ടി സ്തനങ്ങൾ കൊണ്ട് തന്നെ അവളെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. വേറൊരു സ്ത്രീയെ ഞാൻ കണ്ടു, തല പന്നിയുടെ കോലമാണ്, ശരീരം കഥാ കഴുതയുടെ കോലമാണ്. ഒരുപാട് ശിക്ഷകളാണ് അവൾക്ക്.
ഞാൻ വേറെ ഒരു സ്ത്രീയെ കണ്ടു, നായയുടെ കോലമാണ്. അവളുടെ വായിലൂടെ തീ കടന്ന് മലദ്വാരത്തിലൂടെ പുറത്തു പോവുകയാണ്. മലക്കുകൾ അവളെ വലിയ ദണ്ട് കൊണ്ടടിക്കുകയാണ്. ഇത്രയും പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചുപോയി, യാ ഹബീബി വഖുറത ഐനി, ഓ ഹബീബേ, എന്റെ കൺകുളിർക്കുന്ന പിതാവേ, എന്താണ് ഈ സ്ത്രീകൾ ചെയ്തു പോയ തെറ്റ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, എന്റെ കുഞ്ഞുമോളെ, ആദ്യം ഞാൻ പറഞ്ഞ തല മുടി കൊണ്ട് പിടിച്ച് കെട്ടിയിട്ട് അതാ ശിക്ഷിക്കുന്ന പെണ്ണില്ലേ, തലമുടി മറക്കാതെ അന്യപുരുഷന്മാരെ മുന്നിലിറങ്ങുന്ന പെണ്ണാണ്. തലമുടി മറക്കണമെന്ന ബോധമില്ലാത്ത സ്ത്രീകളില്ലേ, ഒരു വകുപ്പുമില്ല കേട്ടോ നിങ്ങളെ മുടി മറ്റുള്ളവർക്ക് കാണിക്കാൻ, മറ്റുള്ളവർക്ക് നോക്കാൻ. അതുകൊണ്ട് തന്നെ തല മറച്ചിരിക്കണം, നിർബന്ധമാണ്. രണ്ടാമതായി, ഞാൻ നാവ് കൊണ്ട് പിടിച്ചു കെട്ടിയ ഒരു പെണ്ണെന്ന് പറഞ്ഞില്ലേ, അവളിങ്ങനെ അവളെ ഭർത്താവിനെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണാണ്, ഭർത്താവിന്റെ നാവ് കൊണ്ട് പറഞ്ഞ് ശല്യപ്പെടുത്തുന്ന പെണ്ണാണ്. ഞാൻ മൂന്നാമതായി, അതാ അവളുടെ മുല കൊണ്ട് പിടിച്ചു കെട്ടി എന്ന് പറഞ്ഞില്ലേ, അവളതാ അവളുടെ ശരീരം മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കുന്ന, അനുവദിച്ചു കൊടുക്കുന്ന, ഭർത്താവിന്റെ വിരിപ്പിൽ മറ്റുള്ളവരെ പ്രവേശിപ്പിക്കുന്ന പെണ്ണാണ്. കാല് മുലയിലേക്കും കൈകൾ മുർദാവിലേക്കും അതാ പിടിച്ചു കെട്ടി പാമ്പും തേളും കുത്തുന്നു എന്ന് പറഞ്ഞില്ലേ, ജനാപത്തുണ്ടായിട്ട് കുളിക്കാത്ത പെണ്ണാണ്, ഹൈലുണ്ടായിട്ട് കൃത്യമായി കുളിച്ച് നിസ്കരിക്കാത്ത പെണ്ണാണ്, നിസ്കാരം കൊണ്ട് പരിഹസിക്കുകയും നിസ്കാരം കൃത്യമായി നടത്തുകയും ചെയ്യാത്ത പെണ്ണാണ്. പിന്നെയോ പന്നിയുടെ കോലമെന്ന് പറഞ്ഞില്ലേ, തല, കഴുതയുടെ രൂപമെന്ന് പറഞ്ഞില്ലേ, ഉടല്, അവളിങ്ങനെ ഏഷണി പറയുന്ന പെണ്ണാണ്. ധാരാളം കള്ളം പറയും, മറ്റുള്ളവരെ പരസ്പരം തെറ്റിക്കാൻ വേണ്ടി നമീമത്ത് പറയും. അങ്ങനെയുള്ള സ്ത്രീയാണ്. അതേ നായയുടെ കോലം പറഞ്ഞില്ലേ, അവളുടെ വായിലൂടെ തീ കടന്നിട്ട് മലദ്വാരത്തിലൂടെ പുറത്തു പോകുന്നുവെന്ന് പറഞ്ഞില്ലേ, അവളതാ മറ്റുള്ളവരോട് അസൂയ വെക്കുകയും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ അത് എടുത്തു പറയുകയും കൊടുത്താൽ എടുത്തു പറയുകയും ചെയ്ത് കിട്ടിയവർ വാങ്ങിയവരെ ശല്യം ചെയ്യുന്ന പെണ്ണാണ്. ഓ മോളെ ഫാത്തിമ, ഭർത്താവിനെ ധിക്കരിക്കുന്ന പെണ്ണിനാണ് നാശം. സ്വന്തം മകളോട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഓ ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ഗീബത്തും നമീമത്തും പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന നാവില്ലയോ, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് വിഷയങ്ങളില്ലയോ, അതെല്ലാം ശിക്ഷകൾക്ക് വിധേയമാക്കുന്ന ഒരുപാട് രംഗങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. അല്ലാഹു ജല്ല ജലാലുഹു അത് നമ്മിൽ നമ്മുടെ സർവ്വ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു തആല എല്ലാ നന്മകളും വർദ്ധിപ്പിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കഴിഞ്ഞ് അതാ ചുരുങ്ങിയ സമയം കൊണ്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ ഉമ്മത്തിന് അല്ലാഹു തആല കൊടുത്ത വലിയ സമ്മാനമാണ്. നമ്മളൊരു വലിയ നീണ്ട യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ സ്നേഹിക്കുന്ന മക്കൾക്ക് വല്ലതും കൊണ്ട കൊടുക്കൂലേ? അള്ളാഹ് ക്ഷണിച്ചു വരുത്തിയ യാത്രയല്ലേ? ഉമ്മത്തിന് കാലകാലം ഉപകരിക്കുന്ന വല്ലതും കൊടുത്തേക്കണ്ടേ? അങ്ങനെ കൊടുത്തയച്ചത് 50 നേരത്തെ നിസ്കാരം. വരുമ്പോൾ 6ാമത്തെ ആകാശത്തിൽ മൂസാ നബി അലൈഹിസ്സലാം ഇടപെടുകയാണ്. മൂസാ നബിയുടെ ഖബറും സിയാറത്ത് ചെയ്തു നടത്തിയ യാത്രയാണല്ലോ. അപ്പോൾ ഈ യാത്രയിൽ നല്ല വിജയത്തോടെ സന്തോഷത്തോടെ തിരിച്ചേക്കണമെന്ന് മൂസാ നബി അലൈഹിസ്സലാമിന് ചിന്തയുണ്ടാവുക സ്വാഭാവികമാണല്ലോ. എന്റെ ഖബറും സിയാറത്ത് ചെയ്തു നടത്തിയ യാത്രയല്ലേ? മൂസാ നബി ഇടപെട്ടുകൊണ്ട് പറയുകയാണ്, ചുരുക്കിത്തരാൻ പറയണം, ഉമ്മത്തിന് കഴിയില്ല, ഞാൻ മുമ്പ് പരിശോധിച്ചതാണ്. തിരിച്ചു പോവുകയാണ്. അള്ളാഹ് നിശ്ചയിച്ച സമയത്തേക്ക് 9 പ്രാവശ്യം 5 നേരത്തെ നിസ്കാരം ചുരുക്കുകയാണ്. 5 നേരത്തെ നിസ്കാരത്തിന് 50ന്റെ പ്രതിഫലം ഒരൽപ്പവും കുറയാതെ, 50 നേരത്തെ നിസ്കാരം ഒരൽപ്പവും പ്രതിഫലം കുറയാതെ 5 നേരം കൊണ്ട് തന്നെ കൊടുത്തുകൊണ്ട് അല്ലാഹു തആല വലിയ സമ്മാനവുമായി അയക്കുകയാണ്. അങ്ങനെ കിട്ടിയ ഒരേ അമല് മാത്രമേ ഉള്ളൂ. മറ്റുള്ള സക്കാത്തോ നോമ്പോ ഹജ്ജോ ഷഹാദത്തു കലിമയോ 4 ഇസ്ലാം കാര്യങ്ങളും
ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങോട്ട് വന്ന് തന്നതാണെങ്കിൽ ഹബീബിനെ പ്രത്യേകം ക്ഷണിച്ചു വരുത്തി കൊടുത്ത ഇബാദത്ത് അത് നിസ്കാരമാണ്. സഹോദരിമാരെ, സഹോദരന്മാരെ, ആ നിസ്കാരം 5 നേരത്തെ നിസ്കാരവും കൊണ്ട് ഹബീബായ നബി തങ്ങൾ തിരിച്ചു വരികയാണ്. രാവിലത്തെ സുബഹി അന്നത്തെ സുബഹി നിർബന്ധമാക്കിയിട്ടില്ല. കാരണം നിസ്കാരം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പഠിപ്പിക്കുന്നത് ളുഹർ മുതൽക്കാണ്. പഠിക്കാതെ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അമലിനേക്കാൾ വലുത് പഠനമാണ്. മുതഅല്ലിമീങ്ങളെ, അമലിനേക്കാൾ വലുത് പഠനമാണ്. സബക്കും മുടക്കി സിയാറത്തിന് പോകരുത്, സബക്കും മുടക്കി ടൂറിന് പോകരുത്. അമലിനേക്കാൾ വലുതാണ് ഇൽമ്. അതുകൊണ്ട് തന്നെ അന്ന് രാവിലത്തെ സുബഹി നിർബന്ധമാക്കിയിട്ടില്ല. കാരണം പഠിപ്പിച്ചിട്ടില്ല. ളുഹർ മുതൽക്ക് നിസ്കാരം പഠിപ്പിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്, നിസ്കാരം പഠിപ്പിക്കുകയാണ്. പക്ഷേ ഇസ്രാ മിഅ്റാജ് നടന്ന വിവരം സമൂഹത്തോട് പറഞ്ഞപ്പോ ഏറ്റവും സന്തോഷിച്ചത് അബൂജഹലാണ്. അബൂജഹൽ സന്തോഷിച്ചത് എന്തിനാ? ഇതുവരെ മുഹമ്മദിനെ തകർക്കാൻ കഴിഞ്ഞില്ല, ഇതോടുകൂടെ തകർക്കാമെന്ന സന്തോഷമാണ്. അങ്ങനെയല്ലേ ചിലര്, അവർക്ക് നല്ലത് കിട്ടിയാലും അതുകൊണ്ട് തകർക്കാൻ കഴിയുമെന്നാണ് വിചാരം. അങ്ങനെയാണ് തകർക്കാൻ ഉദ്ദേശിച്ചത്. നബിതങ്ങളെ വിശ്വസിക്കുന്ന അബൂബക്കർ അലി റളിയല്ലാഹു അൻഹുവിനെ അടക്കം തിരിച്ചു കളയാമെന്ന ധാരണയിലാണ് അബൂജഹൽ. അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പോയി പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാൻ അതൊരു വല്ലാത്ത ഈമാനാണ്. മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. അതാണ് അബൂബക്കർ സിദ്ദീഖ്. വല്ലാത്ത സത്യമാക്കുന്ന സത്യവാനാണത്. സുബ്ഹാനല്ലാഹ്. നബി തങ്ങളോട് ചോദിക്കുന്നു. നബി തങ്ങളത് പറഞ്ഞപ്പോ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ല പറഞ്ഞേച്ച ആളാണെന്ന് ഞാൻ തുറന്ന് പ്രഖ്യാപിച്ചതല്ലേ, മനസ്സിൽ ഉറപ്പിച്ചു. എങ്കിൽ പിന്നെ ഇതൊക്കെയും സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന റബ്ബിന് അവന്റെ അടിമയായ നബിക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ ഒരു പ്രയാസമുണ്ടോ? പക്ഷേ അവിടെ അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അബൂജഹൽ നിഷേധിച്ചല്ലോ, ശത്രുക്കൾ നിഷേധിച്ചല്ലോ. അപ്പൊ നമുക്ക് ഉറപ്പായി അല്ലാഹുവിന്റെ റസൂലിന് നടന്ന ഇസ്റാഉം മിഅ്റാജും അതൊരു കേവല സ്വപ്നമല്ല എന്നത് അബൂജഹലിനും കൂടി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അബൂജഹൽ നിഷേധിച്ചത്. സ്വപ്നമാണെങ്കിൽ അബൂജഹൽ നിഷേധിക്കാൻ പോവോ? ഞാനിങ്ങനെ കനാ കണ്ടു എന്ന് പറഞ്ഞാൽ അതിനാർക്കാണ് ഇവിടെ പ്രശ്നം? അപ്പൊ സ്വപ്നമല്ല എന്നത് അബൂജഹലിനടക്കം ഈ പറഞ്ഞത് സ്വപ്നമാണെന്നല്ലെന്ന് അബൂജഹലിനടക്കം മനസ്സിലായിട്ടുണ്ട്. അത് മനസ്സിലാകാതെ പോയ പുത്തൻവാദികളെ കാര്യം അബൂജഹലിനെ കാണാൻ ജഹാലത്താണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം ചെയ്യുകയാണവർ. നിങ്ങൾ മസ്ജിദുൽ അഖ്സയിൽ പോയെങ്കിൽ അതിനെത്ര ഡോറുണ്ട്, അതിനെത്ര ജനലുണ്ട്, അതിന്റെ കവാടം എവിടെയുണ്ട്? ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് മസ്ജിദുൽ അഖ്സയുടെയും നബി തങ്ങളുടെയും ഇടയിലുള്ള മറയങ്ങ് നീക്കിയിട്ട് നേരെ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ കഅബയുടെ സമീപത്തിരുന്നിട്ട് മസ്ജിദുൽ അഖ്സ നോക്കി നബി തങ്ങൾ ഓരോന്നോരോന്ന് ചോദിക്കുന്നതനുസരിച്ച് മറുപടി നൽകുകയാണ്. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നടന്ന ഈ ഇസ്റാ മിഅ്റാജ് നടന്ന മാസമാണ് റജബ്. അതുകൊണ്ട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അല്ലാഹുവുമായുള്ള സംഭാഷണം കഴിഞ്ഞു വന്ന നബി തങ്ങൾ നമുക്ക് ആ സംഭാഷണത്തിന്റെ സ്ഥാനത്ത് നൽകിയ നിസ്കാരം, അതിൽ നിർബന്ധമായ 5 നേരത്തെ നിസ്കാരം. ആ നിസ്കാരം തുടക്കം തന്നെ ദിക്റാണ്. ആദ്യം തന്നെ നിയ്യത്താണ്, നിയ്യത്തോടെ ദിക്റാണ്. പിന്നീട് ഖുർആനോത്താണ്. അതേ, അതിനു മുമ്പ് വജ്ജഹ്തു നല്ലതാണ്. അത് പെരുന്നാൾ നിസ്കാരത്തിൽ പോലും സുന്നത്താണ്. ഇരിക്കട്ടെ, പിന്നെ ഫാത്തിഹ ഓതലാണ്. അത് കഴിഞ്ഞ് പിന്നെയും ഖുർആൻ ഓതുകയാണ്. ദിക്റും തസ്ബീഹും ചൊല്ലുകയാണ്. ശരീരം കൊണ്ട് പല പ്രവർത്തനവും നടക്കുകയാണ്. മിഅ്റാജിന് പോയ സമയത്ത് പല ആകാശങ്ങളിലും റുകൂഇൽ തന്നെയുള്ള മലക്കുകളെ കണ്ടിട്ടുണ്ട്, സുജൂദിൽ തന്നെയുള്ളവരെ കണ്ടിട്ടുണ്ട്. അതെല്ലാം ഈ നിസ്കാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. സംഭാഷണ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്
പടച്ചവന് കാഴ്ചവെച്ചിരുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി തങ്ങൾക്ക് ഇങ്ങോട്ട് സമാധാനത്തിന്റെ സന്ദേശം അല്ലാഹു തആല ഇങ്ങോട്ടും കൊടുത്തിരുന്നു. അപ്പോൾ അവിടുന്ന് നമുക്ക് വേണ്ടി പടച്ചവനോട് സമാധാനം ചോദിച്ചു വാങ്ങിയിരുന്നു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. സുഹൃത്തുക്കളെ, സ്ലിപ്പ് കിട്ടുമ്പോ ഒന്ന് വാങ്ങണം. അത് പിന്നീട് നിങ്ങൾ പൂരിപ്പിക്കണം, വേണ്ടതെല്ലാം ചെയ്യണം. സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നതാ അങ്ങോട്ട് അല്ലാഹുവിനോട് ഈ ഉമ്മത്തിന്റെ സമാധാനം ചോദിച്ചു വാങ്ങുന്നു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഇതെല്ലാം അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് അറിയുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ ഇല്ലെങ്കിലും അവിടത്തേക്ക് അവിടെ പ്രവേശനമില്ലല്ലോ. ആ ജിബ്രീൽ അലൈഹിസ്സലാം അപ്പോഴങ്ങ് പറഞ്ഞുപോയി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതടക്കം ഉൾക്കൊണ്ടിട്ടാണല്ലോ നിസ്കാരത്തിന്റെ അത്തഹിയ്യാത്ത്. ആ തഹിയ്യാത്തിൽ അതാ കഴിയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുണ്ടല്ലോ. നിസ്കാരത്തിൽ മദീനയിൽ കിടക്കുന്ന നേതാവിനെ അനുയായിക്കൊന്ന് വിളിക്കാനുണ്ടല്ലോ, സമാധാനത്തിന്റെ സന്ദേശം പറയാനുണ്ടല്ലോ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. അപ്പോഴാ സലാം അവിടുന്ന് കേൾക്കുന്നുണ്ടല്ലോ, സലാം മടക്കുന്നുണ്ടല്ലോ. കാരന്തൂരിലും പരിസരങ്ങളിലുമുള്ള ഉമ്മമാരെ സുബഹിന്റെ സമയത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബി പറഞ്ഞ ഉമ്മാമ സലാം ചൊല്ലിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ കേട്ടുപോയി, അറിഞ്ഞുപോയി. അവിടുന്ന് ഇങ്ങോട്ട് സലാം മടക്കിപ്പോയി. അതേ സമയത്ത് സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ, സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരി, സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മുസ്ലിമേ, ആ നേതാവിന് രാവിലെ തന്നെ സന്ദേശം പറയാനുള്ള അവസരം നിനക്ക് നഷ്ടപ്പെട്ടില്ലേ? നീ നഷ്ടപ്പെടുത്തിയില്ലേ? അവിടുന്ന് ഇങ്ങോട്ട് സമാധാനത്തിന്റെ സന്ദേശം പറഞ്ഞ് നിനക്ക് സമാധാനം ലഭിക്കുന്നതും നീ നഷ്ടപ്പെടുത്തിയില്ലേ? അതില്ലാതെ 5 വക്ത് കൃത്യമായി നിസ്കരിച്ച് ഈ മിഅ്റാജ് ഇസ്രാഇനെ സംബന്ധിച്ച് സംസാരിച്ച വേദിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോ ജീവിതത്തിലൊരു നിസ്കാരം കളാക്കുകയില്ലെന്ന് ഉറപ്പിച്ചിട്ടല്ലാതെ തിരിച്ചു പോകരുത് കേട്ടോ. ചിലരുണ്ട് സാന്ത്വന പ്രവർത്തനത്തിൽ വളരെ ജോറാണ്, SYS വളരെ സജീവമാണ്, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ ജോറാണ്, SSF കൊടി പിടിക്കാൻ ഉഷാറാണ്, ആണ്ടും നേർച്ചയും സമ്മേളനവും ഒക്കെ നല്ല പ്രവർത്തനമാണ്. പക്ഷേ സുബ്ഹി കളാക്കി കളിയും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാ നേതാക്കൾക്കും നേതാവായ നബി തങ്ങൾക്ക് സലാം പറയാൻ പറഞ്ഞ സമയത്ത് സലാം പറയാതെ കിടന്നുറങ്ങിയാൽ പിന്നെ നിനക്ക് നേതൃത്വത്തോടെ എന്ത് ബന്ധമാണ്? ഹബീബായ നബിയുമായിട്ട് എന്ത് ബന്ധമാണ്? നീ സിയാറത്തിന് പോയാലും ശരി, നീ ഏത് സൽക്കർമ്മത്തിന് പോയാലും ശരി, ഹബീബായ നബി തങ്ങൾക്ക് സലാം പറയാൻ ആവശ്യപ്പെട്ട സമയം സലാം പറയാത്ത നീ അകന്നുപോയില്ലേ? റബ്ബുമായും അകന്നില്ലേ? ഹബീബുമായും അകന്നില്ലേ? അതുകൊണ്ടോ ചെറുപ്പക്കാരെ, ജീവിതത്തിലൊരു നേരത്തെ നിസ്കാരം കളാക്കുകയില്ലെന്ന് ഉറപ്പിച്ചിട്ടല്ലാതെ മടങ്ങിപ്പോകരുത് കേട്ടോ. റജബ് മാസമായതിനു ശേഷം ഈ വിഷയങ്ങളെ കുറിച്ച് ചെറിയ സൂചന, ഇത്ര വിശദമായി എവിടെയും പറഞ്ഞില്ല, ചെറിയ സൂചന ഞാൻ പറഞ്ഞപ്പോ ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് നിസ്കാരം ഒരുപാട് കളായി പോയി ഉസ്താദേ, ഞാൻ അതെന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കളാ വീട്ടിയേ പറ്റൂ, പരമാവധി സമയം ഉപയോഗിച്ച് കളാ വീട്ടിയേ പറ്റൂ, റബ്ബിനോട് കരഞ്ഞ് പറഞ്ഞേ പറ്റൂ. യജമാനനായ റബ്ബിന്റെ മുമ്പ് ചെല്ലുമ്പോ ഹബീബായ നബിക്ക് സലാം പറയാൻ പറഞ്ഞ സമയത്ത് സലാം പറയാത്തവനായി, സലാത്ത് പറയാൻ നിർബന്ധമാക്കിയ സമയത്ത് സലാത്ത് ചൊല്ലാത്തവനായി അങ്ങ് ചെന്നാൽ നമുക്കെങ്ങനെ അവിടുത്തെ റെക്കമെന്റ് കിട്ടുമെന്നാലോചിക്കണ്ടേ? അവിടുത്തെ മുന്നിലേക്ക് എങ്ങനെ ചെല്ലുമെന്നാലോചിക്കണ്ടേ? അതുകൊണ്ട് ജീവിതത്തിൽ വല്ല നിസ്കാരവും ഖളായവരുണ്ടെങ്കിൽ അതൊന്ന് ഖളാഇ വീട്ടണേ, റബ്ബിനോട് കരഞ്ഞു പറയണേ. നിസ്കാരം കൃത്യമായി നിസ്കരിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കണേ. പടച്ച റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ
സർവ സദസ്സുകളും ഈ സദസ്സും നീ ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കണം റഹ്മാനെ. ഈ മർക്കസിൽ പഠിക്കുന്ന സമയത്ത് ഇൽമു പറഞ്ഞു തന്ന ഒരുപാട് ഗുരുവര്യന്മാർ, മറ്റ് സമയങ്ങളിൽ മദ്രസ മുതൽക്ക് പഠിപ്പിച്ചപ്പോൾ ഇൽമു പറഞ്ഞു തന്ന ഒരുപാട് ഉസ്താദുമാർ ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് ഞങ്ങൾ കണ്ടിരുന്ന പലരെയും ഇപ്പോൾ കാണുന്നില്ല. ഓഫീസിലുള്ള പലരെയും ഇപ്പോൾ കാണുന്നില്ല. അങ്ങനെ പലരെയും കാണുന്നില്ല. എല്ലാവരുടെ ഖബറിൽ നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ ബാപ്പമാര് ബന്ധപ്പെട്ടവർ പലരും മരിച്ചു പോയിട്ടുണ്ട്. ഞങ്ങളുടെ ശിഷ്യന്മാരും സ്നേഹിച്ചവരും സഹായിച്ചവരും മരിച്ചവരുണ്ട്. എല്ലാവരുടെ ഖബറിലും നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഈ മാസത്തിൽ വിട പറഞ്ഞ ഹാജയും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുമാ മഹാന്മാര് പലരുമുണ്ട്. അവരുടെയൊക്കെ ഖബറിൽ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ നമ്മുടെ ഉമ്മ ബാപ്പമാര് വരെ, കുടുംബങ്ങൾ വരെ, നാളെ എന്റെ ഉമ്മയുടെ ആണ്ടുമാണ്. അല്ലാഹ്, ഞങ്ങളിൽ മരിച്ച മുഴുവൻ ആളുകളെ ഖബറിലും നീ സന്തോഷം നൽകണേ അല്ലാഹ്. എല്ലാരുടെ പേരിലും ഒരു ഫാത്തിഹയും സൂറത്തും ഓതി നമുക്ക് ദുആ ചെയ്ത് പിരിയണം. കസേര മുന്നോട്ടെടുത്തു വെച്ചാൽ അതിന്റെ അർത്ഥം നിങ്ങൾ നിന്ന് സംഭാവന വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു. മർക്കസല്ലേ, കോടികൾ കിട്ടിയാൽ ഒരു മാസത്തേക്ക് തികയൂല എന്ന് നമുക്കറിയാലോ. എന്നെപ്പോലുള്ള പാവപ്പെട്ടവരെ പോറ്റി വളർത്തിയ മർക്കസ്, ഇന്നും ഒരുപാട് അലിമീങ്ങളെ പോറ്റുന്ന മർക്കസ്, ധാരാളം യതീംകുട്ടികളെ പോറ്റുന്ന മർക്കസ്, ആയിരങ്ങൾക്ക് തൊഴിൽ വാങ്ങിച്ചു കൊടുക്കുന്ന മർക്കസ്, ആയിരക്കണക്കിന് കിണറും പള്ളിയും കൊടുക്കുന്ന മർക്കസ്, പറഞ്ഞാൽ തീരാത്ത സേവനങ്ങൾ ചെയ്യുന്ന മർക്കസ്. ആ മർക്കസിനോട് കടപ്പെട്ടവരാണ് ആയിരക്കണക്കിന് എന്നെ പോലുള്ള മുതഅല്ലിമീങ്ങൾ. അല്ല ലക്ഷക്കണക്കായ മുസ്ലിമീങ്ങൾ, അല്ല ലക്ഷക്കണക്കായ അമുസ്ലിമീങ്ങളും. അങ്ങനെ എല്ലാവർക്കും അതാ സാന്ത്വനത്തിന്റെയും നന്മയുടെയും അതാ അടിച്ചു വീശുന്ന കാറ്റ് പോലെ എല്ലാ സ്ഥലത്തും നന്മകൾ വാരി വിതറുന്ന മർക്കസിനെ എത്ര സഹായിച്ചാൽ എന്താണ്, അതിനെത്ര അധ്വാനിച്ചാൽ എന്താണ്, അതിനെന്ത് തന്നെ പ്രവർത്തിച്ചാൽ എന്താണ്. അതിന്റെ സമ്മേളനം വരുന്നു ജനുവരിയിൽ. അതിന് കഠിനാധ്വാനം ചെയ്യുന്നവർ അവരതാ ഭാഗ്യവാന്മാരല്ലേ. അത് വിജയിപ്പിക്കുന്നവരും അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാരല്ലേ. മർക്കസിന് ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു നയാകാശ് കൊണ്ടോ ഒന്നിനും കഴിയില്ലെങ്കിൽ ഒരു പ്രാർത്ഥന കൊണ്ടെങ്കിലും ആര് സഹായിക്കുന്നുണ്ടോ അവരെല്ലാം റബ്ബിന്റെ പൊരുത്തം കരുതി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് പരാജയത്തിന് വഴിയില്ല കേട്ടോ. പടച്ച റബ്ബേ, ഈ മർക്കസ് അതിനു വേണ്ടി ആദ്യകാലങ്ങളിൽ ഉപദേശം നൽകിയ മഹാനായ CM വലിയുല്ലാഹി മുതൽ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ മുതൽ താജുൽ ഉലമ മുതൽ ഏതെല്ലാം മഹാന്മാര് വിട പറഞ്ഞോ. ഞങ്ങളെ മഹാനായ സിയുസ്താദ് വരെ, അതുപോലെ ഹൈദർ ഹാജി വരെ, അതിൽ പണ്ഡിതന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്. എല്ലാവരുടെ ഖബറിലും നീ ദറജ വർദ്ധിപ്പിക്കണേ റഹ്മാനേ. ഈ മർക്കസിന് വേണ്ടി ഇന്നേവരെയും ഒരു വിഷമവും ക്ഷീണവും വകവെക്കാതെ ഓടി നടക്കുന്ന മഹാനായ ശൈഖുനാ ഉസ്താദ് അവർക്ക് നീ ഒരുപാട് കാലം ഇനിയും നല്ല ആരോഗ്യത്തോടെ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും തഖ്വയും ഞങ്ങളെ നയിക്കാനുള്ള എല്ലാ കരുത്തും വർദ്ധിപ്പിക്കണേ റഹ്മാനേ. എല്ലാവരും ഓതണം. മരിച്ചുപോയവരുടെ ഫാത്തിഹ എന്നിട്ട് ദുആ ചെയ്യണം. കഴിയുന്ന സംഭാവന എല്ലാവരും കൊണ്ടുതരണം. അൽ ഫാത്തിഹ. صراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. هو الله أحد الله الصمد لم يلد ولم يولد له كفوا أحد. ഹാളിന്റെ هو الله أحد الله الصمد لم يلد ولم يكن له كفوا أحد. റോഡിലൂടെ പോയി വാഹനത്തിൽ الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد.
بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. മർക്കസിന്റെ റിസീവറുടെ അളാപ്പ ഇന്ന് മരണപ്പെട്ടു. ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങൾ, അതുപോലെ ഫضل തങ്ങൾ, അങ്ങനെ ഈ മർക്കസിന്റെ പ്രസിഡന്റുമാരായിരുന്ന പലരും, അതിന്റെ പ്രധാന പ്രവർത്തകരും നേതാക്കളും പലരും നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ദർജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഇവിടുണ്ട് ഷമീർ മാരാത്ത് 1000 രൂപ. ഒരുപാട് സഹോദരങ്ങൾ സംഭാവനകൾ തന്നിട്ടുണ്ട്. ഒരു 3 സ്വലാത്തിന്റെ കാര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. الحمد لله رب العالمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. اللهم أجزاك അർഹമുർറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, സാധുക്കളായ ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. എത്രയോ ദുആകൾക്ക് പല സന്ദർഭങ്ങളിലും ഇജാബത്ത് ലഭിച്ച മഹത്തായ സ്ഥാപനമാണിത്. ദുആക്ക് ഇജാബത്തുള്ള എത്രയോ മഹാന്മാരെ വാർത്തെടുത്ത സ്ഥാപനമാണ്.